الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ തുടർച്ചയായ ക്ലാസ്സുകളിൽ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾ നമ്മുടേതാവാൻ എന്നൊരാശയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരം കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന വാക്കുകളായി ഈ വാക്കുകൾ മാറാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു തലവാചകം കൃത്രിമമായി സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തിലല്ല ഇങ്ങനെ ഒരു ഹെഡിങ് ഇതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. മറിച്ച് മക്കളെക്കുറിച്ച് നാം ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടിനെ ഈ വാചകം പ്രതിനിധീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മക്കൾ ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് ഇല്ലാതിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ പിതാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇല്ല എന്ന് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല. അവൻ എന്റെ മകനല്ല എന്ന് 24, 25, 28 വയസ്സുള്ള മക്കളെ കുറിച്ച് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുമ്പോഴും അനേകം രക്ഷിതാക്കന്മാരുടെ ചിത്രം എന്റെ മനസ്സിലുണ്ട്. ഏറ്റവും അവസാനത്തേതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു രക്ഷിതാവ് നല്ല ഡിഗ്രിയും നല്ല പദവികൾക്കും നല്ല പണം ചെലവഴിച്ച് നാട്ടിൽ അവനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല നല്ല ജോലി വിദേശത്ത് വാങ്ങിക്കൊടുത്ത് പണം കയ്യിലെത്തിയപ്പോൾ മുമ്പെന്നോ അവനുള്ള ഒരു അവിഹിതമായ ഒരു പെൺകുട്ടിയുമായുള്ള ബന്ധം തന്റെ കയ്യിൽ പണം വന്നപ്പോൾ വാപ്പയെ ധിക്കരിച്ച് ഉമ്മയെ ധിക്കരിച്ച് അവൻ ആ പെൺകുട്ടിയെ സ്വീകരിക്കുക മാത്രമല്ല യാതൊരു മതവും യാതൊരു ദീനുമില്ലാത്ത ആ കുട്ടിക്ക് വേണ്ടി അവൻ അവന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു. പക്ഷെ അവൻ ആ ജോലി നഷ്ടപ്പെട്ടു. അള്ളാഹു ആണല്ലോ എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. അവൻ ജീവിതകാലം മുഴുവൻ സ്ഥിരമാകുമെന്ന് വിചാരിച്ച ജോലി അവന് നഷ്ടപ്പെട്ടു. അവൻ വഴിയാധാരമായി. ആ സ്ത്രീ അവന്റെ ജീവിതത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഇന്നവൻ ഓരോ നിമിഷവും വാപ്പയ്ക്ക് ഫോൺ വിളിച്ച് യാചിക്കുന്നു, എന്നെ തിരിച്ചെടുക്കണം, എന്റെ വീട്ടിൽ തിരികെ കയറ്റണം. അയാളുടെ ഭാര്യയ്ക്ക് നൽകിയ വസിയ്യത്ത്, അവൻ ഒരിക്കലും എന്റെ സ്വത്തിൽ അനന്തരാവകാശം ഉണ്ടാവില്ല, അവൻ ഒരു കാലത്തും എന്റെ വീട്ടിൽ ഞാൻ തിരിച്ചു കയറ്റില്ല. ഇത് ഒരു വാപ്പ പറയുന്നത് എന്തുകൊണ്ടാണ്? മക്കളുണ്ടെങ്കിലും മക്കൾ എനിക്കില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മൾ എന്ത് ഹെഡിങ് പറഞ്ഞു തരും? നമ്മുടെ മക്കളാണെങ്കിലേ നമുക്ക് ആ മകനെ വേണ്ടു, നമ്മുടെ മകളാണെങ്കിലേ ആ മകളെ നമുക്ക് വേണ്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയത്തിൽ വിഹിതമായി ജനിച്ചോ എന്നതല്ല. നമ്മുടെ ഫിറാഷ്, ഇസ്ലാമിന്റെ സാങ്കേതിക പദത്തിൽ പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ശാരീരിക ബന്ധങ്ങളിൽ
അവൻ ജനിച്ചോ എന്നതിന്റെ സ്ഥിരീകരണമല്ല എന്റെ മകൾ, എന്റെ മകൻ എന്ന വാക്കിന്റെ അർത്ഥം. മറിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്ന ആശയത്തെയും ഞാൻ പ്രതിനിധീകരിക്കുന്ന എന്റെ അഭിമാനത്തെയും എന്റെ മാന്യതയെയും ഈ സമൂഹത്തിൽ നിലനിർത്താൻ ഉതകുന്ന ഒരു അനന്തരാവകാശിയായിരിക്കണം മകൻ എന്നതാണ്. നോക്കൂ നിങ്ങൾ, മക്കളില്ലാതെ വാർദ്ധക്യത്തിന്റെ ദശാസന്ധിയിൽ ഒരു മകനെ ചോദിക്കുമ്പോഴും ഒരു മകനെ കിട്ടിയാൽ മതി എന്നല്ലേ പറയാം? അതല്ലേ ആളുകൾ പറയാ. ജോലിയില്ലാത്തവൻ എന്താ പറയാ? ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് അടക്കമുള്ള തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുമുള്ള ഒരു ജോലി വേണമെന്നല്ലല്ലോ പറയാം. എനിക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നല്ലേ പറയാ. അപ്പൊ മക്കളില്ലാത്തൊരു വൃദ്ധൻ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഒരു മകനെ തരണമെന്നല്ലേ? സഹോദരങ്ങൾ, അങ്ങനെ ഒരു മകനെ കിട്ടുന്നതിനേക്കാളും നല്ലത് മക്കളില്ലാതിരിക്കലാണ്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് എനിക്ക് ശേഷം ആരാണ് എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എന്റെ ഭാര്യ പ്രസവിക്കാത്തൊരു വന്ധ്യയാണ്. അതുകൊണ്ട് നാഥ, നിന്റെ അടുക്കൽ നിന്നും എനിക്കൊരു നല്ല അനന്തരാഗാമി, എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളെ നീ നൽകണേന്നാണ്. അവൻ ആരായിരിക്കണം? അവൻ യാക്കൂബിന്റെ കുടുംബത്തിന് അനന്തരമെടുക്കാൻ പറ്റിയ, ഒരു പ്രവാചക പാരമ്പര്യത്തിന്റെ അനന്തരവാനാകാൻ പറ്റിയ ഒരാളായിരിക്കണം അവൻ. ഒരു പ്രവാചകനാണെങ്കിൽ അത്രയും നല്ലത്, ഏറ്റവും നല്ല മാതൃകയുള്ള ഒരാളായിട്ട് അവൻ വരണം. എന്റെ അനന്തരാഗാമിയാകണം. ഈ സമൂഹത്തിന് എന്തൊരു മാതൃക കാണിച്ച ഒരു പ്രവാചകനായിരുന്നു ഞാൻ. എന്റെ പുത്രൻ എന്ന് ലോകത്തോട് പറയാൻ പറ്റുന്ന ഒരു മകനായിരിക്കണം അവൻ. മാത്രമല്ല നാഥ, അവന് നീ നിന്റെ തൃപ്തിയെ കൊടുക്കണം. നീ ഇഷ്ടപ്പെട്ട, നിനക്ക് തൃപ്തിയുള്ള ഒരു മകനാകണമെന്ന്. അതാണ് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമ്മുടേതാവുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൽ വലിയ വിശദീകരണം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ മക്കൾ സ്വീകരിക്കുന്നു. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്നു. അവർ നമ്മെ നല്ല കാര്യങ്ങളിൽ ആത്മാർത്ഥമായി അനുസരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ പിന്നെ ആ മകൻ നമ്മളെപ്പോലെ ആകും, നമ്മളെക്കാളും നല്ലവനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സഹോദരങ്ങളെ, ഇത്തരം ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരാൻ ആഗ്രഹിക്കാത്ത ഒരു പിതാവും എന്റെ ശബ്ദം കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായും ഫലവത്തായ ഒരു പരിശ്രമം മക്കളെ മാറ്റിയെടുക്കാൻ നടത്തുന്ന രക്ഷിതാക്കൾ വളരെ കുറവ് മാത്രമാണ്. എന്റെ അറിവും അനുഭവവും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കള് ഇടപെടാറുള്ളത് എപ്പോഴാണെന്നറിയെങ്കിൽ അവിടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റുള്ളൂ. ഉദാഹരണം, ഒരു തെർബിയത്തും കൊടുക്കാതെ, ഒരു ചെറിയ ഒരു തട്ടത്തിന്റെ കീറ് പോലും തലയിലിടണമെന്ന് നിർബന്ധിപ്പിക്കാതെ, ഒരു വക്ത് പോലും നിസ്കരിപ്പിക്കാതെ, ഒരായത്ത് പോലും പഠിപ്പിച്ചു കൊടുക്കാതെ, ഒരു ദീനിയായ ഉത്ബോധനത്തിന് പോലും കൈപിടിച്ചു കൊണ്ടുവരാതെ, അവസാന സമയത്ത് ഒന്നുകിൽ അവൾ ഒരു അവിഹിതമായ ഒരു ബന്ധം ഒരു പുരുഷനോട് സ്ഥാപിക്കുമ്പോൾ ഒരു മതപണ്ഡിതനെ അന്വേഷിച്ചിട്ട് ദീനിയായിട്ട് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഒരു അമുസ്ലിമിനെ അവൾ ഒരു അഫയർ ആയിട്ട് തെരഞ്ഞെടുത്ത് അവൾ ഇസ്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും. എപ്പോഴാ പറയണത്? 22ാമത്തെ വയസ്സിൽ ഒരു അന്യ മതസ്ഥന്റെ കൂടെ പോകുമ്പോൾ. ഒരു രക്ഷിതാവ് ഇടപെടുന്ന സമയം നോക്കൂ നിങ്ങൾ. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജീവിത പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ വരും. ഒരു പക്ഷെ പെട്ടെന്ന് വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിൽ വിധവയാകുക, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോകുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക. ഇതൊക്കെ വരുമ്പോൾ പിന്നെ മനസ്സിന്റെ നില തെറ്റാൻ തുടങ്ങുമ്പോൾ ശരിക്കും പടച്ചവനെ കുറിച്ചും വിധിയെക്കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒന്നും അറിയാനിട്ടാണ് ഇവൾക്കും ഇവനൊക്കെ മാനസിക അസ്വാസ്ഥ്യം വന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മുടെ വിശ്വാസവും കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാ പറയാം. സഹോദരങ്ങൾ, ഈ വൈകിയുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ നമ്മുടെ മക്കളാക്കി മാറ്റാനും ദീനിയായി പരിവർത്തിപ്പിക്കുവാനും ചില പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമാണ് അതിന് ഇറങ്ങിത്തിരിക്കുന്നത്. സത്യത്തിൽ അത് പോരാന്നുള്ളതാണ് അടിസ്ഥാന കാര്യം. സഹോദരങ്ങളെ, എപ്പോന്ന് ചോദിച്ചാൽ നമുക്കൊരു വിവാഹത്തിന്റെ മുമ്പ് ചിന്തിച്ചു തുടങ്ങണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു വിവാഹത്തിന്റെ മുമ്പ് ചിന്തിച്ചു തുടങ്ങണം. പല ആളുകളും വളരെ ചെറിയ ആഗ്രഹങ്ങളാണ് ഒരു വിവാഹത്തിലൂടെ സ്വപ്നം കാണുന്നത്. ചില ആളുകൾ പറയും, എന്റെ ഭാര്യയ്ക്കും കൂടി ഒരു ജോലിയുള്ള ആളായിക്കോട്ടെ, എന്താ സൗകര്യം, എന്റെ അവളെ കൂടി ശമ്പളമാകുമ്പോൾ നല്ലൊരു ജീവിതം സാധ്യമാകുമല്ലോ എന്ന്. സഹോദരങ്ങളെ, പണം കൊണ്ട്
ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ ന്യൂനതകളും പരിഹരിക്കുമെന്നാണ് ആ സുഹൃത്ത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. എന്നാൽ വളരെ ലളിതമാണ് ഇസ്ലാമിന്റെ ആശയം. ഞാനിവിടെ പറയേണ്ട കാര്യം തന്നെയല്ല, എനിക്കും നിങ്ങൾക്കും വളരെ കൃത്യമായി മനസ്സിലാകുന്ന ആശയങ്ങളാണ്. സാധാരണഗതിയിൽ ദീനിയായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു ശരിയായ മാറ്റത്തിന്, കുട്ടികളെ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും ആവശ്യം ഒരു ദീനിയായിട്ടുള്ള മാനസികാവസ്ഥയാണെന്ന കാര്യം ഉറപ്പാണ്. അതൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടി നമ്മൾ ദീനിയായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരാളായിരിക്കണം എന്നാണ്. നോക്കൂ, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മുടെ കുടുംബ ദാമ്പത്യ ജീവിതങ്ങളിലും വിവാഹത്തിലും നമ്മുടെ ആധാരമായിരിക്കേണ്ട ആശയമാണ്. ഇദാ അതാകും മൻ തർദൗന ദീനഹു വഖുൽഖഹു ഫസവ്വിജൂഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ അതാകും മൻ തർദൗന ദീനഹു വഖുൽഖഹു. ദീനും അതേപോലെ തന്നെ സ്വഭാവവുമുള്ള ഒരാൾ നിങ്ങൾക്ക് വിവാഹം അന്വേഷിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, ഇന്ന് വീടുകളിലുള്ള ഏറ്റവും വലിയൊരു തർക്കത്തിന്റെ പരിഹാരമാണിത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതായത് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറല്ല ഇന്ന്. ഏത് 18 വയസ്സും 19 വയസ്സും 20 വയസ്സായ പെൺകുട്ടിനോട് എന്നാ കല്യാണം നല്ലൊരു അന്വേഷണം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്നാ പറയാം. ഇത് ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ക്ലാസ്സിന് വന്ന പെൺകുട്ടികളോട് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രോഫ്കോണിൽ വെച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം, ഏതാണ് വിവാഹത്തിന്റെ സമയം? ഞങ്ങൾ പെൺകുട്ടികളോട് ചോദിച്ചു, ഏതാണ് ഒരു വിവാഹത്തിന്റെ സമയം? അവർ പറയുന്ന ഉത്തരം എന്താ? 18 വയസ്സ് 19 വയസ്സൊന്നുമല്ല. എനിക്കെന്താ വെച്ചാൽ അയാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലിയും ഒരു ഡിഗ്രിയും കിട്ടുമ്പോ കല്യാണമാവാം. ആരെ ആശ്രയിക്കാതെ സഹോദരങ്ങളെ? ഭർത്താവിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത്, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരാളുടെ കഷ്ടപ്പാടുകൾ ആലോചിക്കുന്നില്ല. ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ ആശ്രയിക്കുന്നതിനാണ് എന്റെ ആനന്ദം. എല്ലാത്തിനും അവൾ എന്നെ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയത്വത്തിന്റെ സുഖമാണ് ദാമ്പത്യത്തിന്റെ സുഖം. അവൾക്ക് ഒന്നിനും ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ, അത് ഓഫീസിന് അവൾക്ക് സല്ലപിക്കാൻ ഓഫീസിൽ കൂടെയുള്ള വർക്കേഴ്സ് ഉണ്ട്, അവൾക്ക് ഷോപ്പിങ്ങിന് പോകാൻ അവൾക്ക് പൈസ ഉണ്ട്, അവൾക്ക് പുറത്തിറങ്ങി അവൾക്ക് ഡ്രൈവിംഗ് അറിയും. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ആശ്രയത്വത്തിൽ നിന്ന് അതീതമായി ജീവിക്കാനാണ് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് MSc അല്ലെങ്കിൽ ഒരു ബിടെക്കും എല്ലാം കിട്ടിയിട്ട് ഭർത്താവിന് ഒരു നിലക്കും എന്റെ മേൽ ഒരു അധികാരം ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുമ്പോൾ കല്യാണം മതി എന്നാണ് നമ്മളൊക്കെ പെൺകുട്ടികൾ പറയണത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഏത് വിവാഹം അന്വേഷണങ്ങൾ വന്നാലും സമയമാകുമ്പോഴേ രക്ഷിതാക്കന്മാർ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനെ ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാം. അതായത് ആര് വന്നാലും കല്യാണം, നിങ്ങൾക്ക് പറ്റിയ ഒരാൾ, എനിക്ക് പറ്റിയ ഒരാൾ വന്നാൽ ഞാൻ സമ്മതിക്കുന്നു പറയാം. അതേതാ സഹോദരങ്ങളെ ഇവർക്ക് പറ്റിയ ഒരാള്? എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദീനീ ചിട്ടയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുരക്ഷിതത്വവും എല്ലാം നമ്മുടെ കുട്ടിക്ക് കിട്ടുന്ന അന്വേഷണം ചിലപ്പോൾ 100 വന്നാൽ 1 ഉണ്ടാവുള്ളൂ. അത് സെലക്ട് ചെയ്യണമെങ്കിൽ വേണം 3 കൊല്ലം. ആ സെലക്ഷന് വേണം 3 കൊല്ലം. ആ സെലക്ഷന് വേണ്ട ഒരു 3 കൊല്ല സമയത്ത് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ആരും ഒരു അന്വേഷണവും കൊണ്ടുവരില്ല. അതുകൊണ്ട് പറ്റിയ ഒരു വിവാഹം വരുമ്പോൾ, അതല്ലേ ഇതാ അതാക്കും മൻ തർദൗന ദീനഹു വഖുൽഖഹു ഫസവ്വിജു. അതാ സമയം. അതിന് പറ്റുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവൾക്ക് പറ്റിയ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൾ സുരക്ഷിതയായി. ഒരു പക്ഷെ ഒരു ആൺകുട്ടിയെ നമ്മൾ മരിക്കണ വരെ നോക്കിയാലും അവന്റെ പ്രാരാബ്ദം തീരില്ല. ഒരു പെൺകുട്ടിക്ക് നമ്മളെക്കാളും, അതായത് നമ്മളൊരു പിതാവ് കാണിക്കാത്ത വാത്സല്യവും സ്നേഹവും സുരക്ഷിതത്വവും സംരക്ഷണവും പടച്ചോനെ പേടില്ല, ശരിയായൊരു വിശ്വാസവും തീരുള്ള ഒരു പുരുഷൻ, അങ്ങനത്തെ ഒരു ഭർത്താവ്, ആ ഒരു മരുമകൻ നമ്മുടെ മകളുടെ കൈ പിടിച്ചാൽ അന്ന് നമ്മൾ അവളെ കാര്യത്തിൽ സ്വതന്ത്രയായി, നിർഭയനായി, സുരക്ഷിതനായി. അതാണ് ഏറ്റവും പ്രധാനം. ആ വിഷയമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ എങ്ങനത്തവളായിരിക്കണം എന്ന വിചാരത്തിൽ ഏറ്റവും പ്രധാനം അവൾ എന്തായിരിക്കണം? എല്ലാ അർത്ഥത്തിലും പടച്ചവനെ ഭയപ്പെടുന്ന നല്ലൊരു കുടുംബ ചുറ്റുപാടിൽപ്പെട്ട ദീനിയായ നല്ല സ്വഭാവ പെരുമാറ്റങ്ങളുള്ള നല്ലൊരു പെണ്ണായിരിക്കണം എന്നാഗ്രഹിച്ചാൽ സഹോദരങ്ങൾ, അതാണ് ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞില്ല, ഒരു സൗന്ദര്യം പോലും എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് വരെ ആത്മാർത്ഥമായ ഒരു പെരുമാറ്റവും സ്വഭാവവും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ കുറിച്ച് പരാതിപ്പെടില്ല. നമ്മൾ ഓരോരുത്തരും പറയും ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ എന്റെ ഭാര്യയാണെന്നൊരു ഭർത്താവ് പറയും. അവർ തമ്മിൽ എല്ലാ അർത്ഥത്തിലും മാനസിക ബന്ധമുണ്ട്. അപ്പൊ സൗന്ദര്യങ്ങൾ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല.
പണം ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ പട്ടിണി കിടന്നാലും എന്നോട് സഹകരിക്കാൻ എന്റെ ഭാര്യയ്ക്ക് പറ്റുമെങ്കിൽ സഹോദരങ്ങളെ, എനിക്ക് സാമ്പത്തികാവസ്ഥ ഒരു പ്രശ്നമാവില്ല. അപ്പോൾ എന്റെ ഭാര്യ അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സൽസ്വഭാവിയാണോ, എന്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ അതിന് പറ്റുന്ന ഒരു യോഗ്യനായ ദീനിയായ ഒരു പുരുഷനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടിയുടെ സംരക്ഷണം എന്നതിന്റെ തുടക്കം ഒരു കുട്ടി ജനിച്ചിട്ടല്ല, ആ കുട്ടി വഴിപിഴച്ചു പോകുന്ന സമയത്തല്ല, ആ കുട്ടിന്റെ മാനസിക നില തെറ്റുമ്പോഴല്ല. എന്റെ കുട്ടിക്കെല്ലാം നൽകാൻ പറ്റിയ ഒരു ഭാര്യയായിരിക്കണം എന്റേതെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് തുടക്കം മുതൽ വരും. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അതുണ്ട്. കാരണം ആ കല്യാണം കഴിഞ്ഞ് നമ്മൾ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, പടച്ചോനെ ഇവളെ കൊണ്ടുള്ള ഖൈർ എനിക്ക് തരണമെന്നാണ്. മാത്രമല്ല, ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുമ്പോൾ വദൂദ്, ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുന്ന, സ്നേഹിക്കുന്നവളാവുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ സെലക്ഷനിൽ ഇതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആ നിർണയം അന്ന് മുതൽ ആരംഭിക്കും. പിന്നെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നത് പിശാചാണ്. ആ പിശാചിൽ നിന്ന് രക്ഷ തേടുകയാണ് ഏത് വൈകാരികമായ ശാരീരിക ബന്ധങ്ങൾ നടത്തുമ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താണുള്ളത്? നീ തരുന്ന കുട്ടിയിൽ എനിക്ക് പിശാചിൽ നിന്നുള്ള സുരക്ഷിതത്വം വേണമെന്നാണ് പ്രാർത്ഥിക്കണതെന്നെ. ഞാൻ പറഞ്ഞത്, വൈകാരികമായ ഒരു ബന്ധത്തിൽ ഇണചേരുമ്പോൾ പോലും അതിലെ ദാമ്പത്യ സുഖത്തിനപ്പുറം അതിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചുള്ള ആശങ്ക അവിടെ ഉണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന ആലോചിക്കണം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്വതന്ത്രമായ ഒരു വൈകാരിക നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും അയാളെ മനസ്സിൽ എന്ത് ചിന്ത വേണം? ജനിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് ആശങ്ക വേണമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതൊരു നിതാന്തവും നിരന്തരവുമായ ഒരു ശ്രദ്ധയിലൂടെ മാത്രമേ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ കൂടെ ഒന്ന് ഞാൻ ആഡ് ചെയ്യണം. എന്തായാലും അതായത് ആശങ്ക ഉണ്ടല്ലോ, അതും വലിയ പ്രശ്നമാണ്. ഈ ബോധമൊക്കെ ഉള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടാവും, കുട്ടി നേരാവൂര് എന്നുള്ളൊരു ബേജാറുണ്ടാവും. അവിടെ എന്താ വെച്ചാൽ ചെറിയൊരു പ്രായമുള്ള ഒരു കുട്ടിയിൽ തന്നെ ചെറിയ സ്വഭാവ മാറ്റം കാണുമ്പോഴേക്കും ആകെ ബേജാറായി അവൻ അടിച്ച് പരിക്കേൽപ്പിച്ച് നിരന്തരമായ ഉപദേശങ്ങൾ കൊടുത്ത് കുറ്റപ്പെടുത്തി എന്തൊക്കെ ചെയ്ത് അവനെ നേരാക്കാൻ വേണ്ടി ശ്രമിക്കും. സഹോദരങ്ങൾ, അതിലൊന്നും അത്ര കാര്യമില്ല. ഞാൻ ചെറുപ്പ സമയത്ത് കുട്ടികളെ നിസ്കരിപ്പിക്കാൻ ശീലിപ്പിക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ടതൊന്നല്ല. പക്ഷെ വെറുതെ ഒരു 18 or 20 വയസ്സായ ഒരാൾ കാണുന്നത് പോലെ ചെറിയൊരു കുട്ടിയിൽ വരുന്ന നമസ്കാരത്തിൽ നിന്ന് തകരാറോ വീഴ്ചകളോ കാണുകയും അതിന്റെ കുട്ടി ഭാവിയിൽ എന്തായി പോകുന്നുള്ള അമിതമായ ആശങ്ക കൊണ്ട് കുട്ടികളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചും തല മൊട്ടയടിപ്പിച്ചും അതേപോലെ തന്നെ പീഡിപ്പിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ എന്താവുന്ന വലിയ പ്രതിസന്ധികൾ ഭാവിയിൽ വരും. ആ കുട്ടികൾ 100% മതത്തിന് നെഗറ്റീവായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അവിടെ ആശങ്ക നല്ലതാണ്, പക്ഷെ ആശങ്ക പരിഹരിക്കുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമാക്കി ആലോചനയോടുകൂടെ നിർവഹിക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതിന്റെ ചുരുക്കം. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഒരു ശ്രദ്ധ നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ വേണം. സഹോദരങ്ങളെ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു പ്രാധാന്യം 2 വാക്ക് പറയുന്നത് ഈ സംസാരത്തിൽ അധികമാകൂല. അതായത് ശരിക്കും ഒരു സന്ദർഭം മാത്രം നമ്മൾ മനസ്സിൽ വന്നാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നല്ല കട്ടിയുള്ള 2 വളകൾ ഉണ്ടായിരുന്നു. ആ വളകൾ കണ്ടപ്പോൾ നബി ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാം, അത്തുഅതീന സകാത്ത ഹാദാ, ഇതിന്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നീ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു. എന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യം, ഇത് സക്കാത്തിനെ കുറിച്ച് പറയാനല്ല സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ ഇസ്ലാമിന് വിരുദ്ധമായ എന്തു ചെയ്താലും അവന്റെ പാൻസ് കുറച്ച് അടിയിൽ ഇറങ്ങി കിടക്കുന്നത് കണ്ടാൽ അവിടെ നമ്മുടെ പെൺകുട്ടിയുടെ ചെസ്റ്റ് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ ചെസ്റ്റ് ഇങ്ങനെ പുറത്ത് കാണിച്ച് ഒരു ബനിയൻ ക്ലോത്ത് തൊട്ട് പുറത്തിറങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു വാചകമാണ് ഞാൻ പറയുന്നത്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കെന്ന് കിട്ടുന്നത്. നബി ചോദിക്കുകയാണ്, അയസുറുകി അയ്യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമത്തി സുവാറൈനി ബിന്നാർ. ഈ ഹദീസ് സ്വഹീഹാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ് അയ്യുസവ്വിറകില്ലാഹു അയസുറുകി, നിനക്ക് സന്തോഷമുണ്ടോ ഉമ്മ? കുട്ടി നമ്മുടെ നിനക്ക് സന്തോഷാവോ? എന്ത്? അയ്യുസവ്വിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമ, നാളെ ഈ 2 വളകളെ കൊണ്ടും അള്ളാഹു അവൾ കണിയുക സുവാറൈനി മിന്നാർ, നരകത്തിൽ നിന്നുള്ള 2 വളകൾ അണിയിപ്പിക്കുന്നത് നിനക്കിഷ്ടമാകുമോ എന്നാണ്. സഹോദരങ്ങളെ, അതല്ലേ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടിയുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയാൽ അത് നരകത്തിലാണെന്ന് പറയുമ്പോൾ ആ നരകം കാണാൻ പറ്റണം. അവിടെയാണ് പ്രധാനം. നമ്മുടെ കുട്ടി വൃത്തികെട്ട ഒരു ജീവിതത്തിലേക്ക് പോയാൽ നമ്മൾക്ക് കാണാൻ പറ്റണം. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഏത് രംഗത്തും ഇടപെടാൻ പറ്റും. സത്യം ഞാൻ പറയാം നിങ്ങളോട്,
ജീവിതത്തിൽ ആരുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ അവരെയൊക്കെ തിരുത്താൻ നമുക്ക് പറ്റും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തിരുത്തും, നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ തിരുത്തും, നിങ്ങളുടെ ബോസിനെ നിങ്ങൾ തിരുത്തും, അയൽവാസിയെ തിരുത്തും. തിരുത്താത്തത് നമ്മുടെ മക്കളെ മാത്രം. മക്കളോടൊന്നും പറയാൻ ആർക്കും ധൈര്യമില്ല. സത്യമല്ലേ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത്? മക്കളോടൊന്നും പറയാൻ ധൈര്യമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വളരെ ഗൗരവപരമാണ്. നിങ്ങൾക്കറിയാലോ, ഏറ്റവും അധികം മക്കളെ തിരുത്തേണ്ടത് ആരാണ്? വാപ്പയാണ്, സംശയമല്ല. നിങ്ങളുടെ ഭാര്യമാര് മേലിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണ് കടമ, യാതൊരു സംശയമില്ല. അതിനെന്താ തെളിവ്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കൂ. എല്ലാവർക്കും അറിയും ലുഖ്മാൻ എന്ന് പറയുന്ന ആ മഹൽ വ്യക്തി നൽകിയ ഉപദേശങ്ങൾ. അത് വാപ്പ മകന് നൽകുന്ന ഉപദേശമാണ്. അതുകൊണ്ട് വാപ്പയാണ് മകൻ ഉപദേശിക്കേണ്ടത് എന്നതിന് ഖുർആനാണ് തെളിവ്. ആ ആയത്തുകളിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്ത ഒന്നാമത്തെ കാര്യം, വാപ്പ മകൻ അടിസ്ഥാനപരമായ ഉപദേശം നൽകിയിരിക്കണം എന്നാണ്. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയുണ്ട്, അത് നമ്മൾ ചെയ്തിരിക്കണം എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എല്ലാവരും ഒന്നാത്ത എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിനെ നേരാക്കി എടുക്കുക എന്ന നരകത്ത് നിന്ന് കയറ്റുക എന്നല്ലേ അതിന്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ തടിയെയും നരകത്തെ രക്ഷപ്പെടുത്തും. ഇത് സഹോദര, മരിക്കുന്നതിലിടക്ക് നമ്മുടെ ഒരു കടമയാണ്. ഞാൻ അവസാനത്തെ ശ്വാസം വലിച്ച് കണ്ണു ചിമ്പുമ്പോൾ എന്റെ ഇന്ദ്രിയത്തിൽ ജനിച്ച് ഞാൻ സംരക്ഷിച്ച ആണും പെണ്ണും സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുവരുത്തേണ്ട കടമ എനിക്കുണ്ടെന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. എത്ര പ്രാവശ്യം കേട്ടാലെന്താ? എല്ലാ ക്ലാസ്സിലും ഓതിയാലെന്താ സഹോദരങ്ങളെ? ഇതല്ലേ അർത്ഥം? എന്റെ തടി നരകത്തിന്, ഞാൻ മരിക്കുന്നിടയ്ക്ക് എന്റെ തടി നരകത്തിനെടുത്ത് പുറത്തിടേണ്ട കടമ എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞതാണ് വാഹിലിക്കും നാറാൻ, കുടുംബത്തിനും. എന്നിട്ട് അള്ളാഹു പറഞ്ഞ നരകത്തിന്റെ തീഷ്ണതയാണ്. ഇത് ലാഘവത്വത്തോടെ കാണരുത്. കാരണം ആ ഒറ്റ ആയത്ത് ശ്രദ്ധയോടെ വായിച്ചു നിങ്ങൾ. ആ നരകത്തിൽ കല്ലുകളെ കത്തിക്കുന്നതാണ്. നമുക്ക് നിങ്ങൾ എത്ര കത്തിച്ചാലും സഹോദരങ്ങളെ, ഒരു കല്ലിട്ട് നിങ്ങൾ കത്തിച്ചു നോക്കി, ഇവിടെ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. കല്ല് കത്തുന്നത് ചിലപ്പോൾ ഒരു കനലായി കിടക്കും. നരകത്തിൽ കല്ല് കത്തുന്ന കാണുന്നത്. പടച്ചോന പറഞ്ഞു വക്കൂതുകന്നാസ്വലിച്ചാറ, മനുഷ്യനെയും കല്ലുകളെയും കത്തും. എന്നിട്ട് പറയണ, അതിന് നിങ്ങൾ അവിടുന്ന് എന്തെങ്കിലും തിരിമറി ചെയ്ത് പുറത്ത് കടക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. കാരണം അതിന് പരുക്കന്മാരായ കാവൽക്കാരുണ്ട് എന്ന് പറഞ്ഞു നിർത്തിയില്ല. അവരെ സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം അവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ ഒന്നും പ്രവർത്തിക്കൂല. ഇതൊക്കെ പറയണത് ഇതിന്റെ മുന്നേണ് സ്വന്തം ശരീരത്തിൽ നരകത്ത് കാക്കണം, മക്കളെ രക്ഷപ്പെടുത്തണം. സഹോദരങ്ങളെ, ഇതൊരു ദൗത്യമാണ്. 60 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങളെ മകനെ ഡോക്ടറാക്കി ഒരു അഡ്മിഷൻ കിട്ടും. പിന്നെ എല്ലാ മാസവും ഒരു 4 ലക്ഷം 5 ലക്ഷം ഒരു വർഷത്തിൽ ഉണ്ടായാൽ മതി. എന്നാൽ സഹോദരങ്ങളെ, 60 ലക്ഷമല്ല 60 കോടി എടുത്താൽ ഒരു ദിവസം ഒരു റെസിപ്റ്റ് വാങ്ങി, ഒരു ബില്ല് വാങ്ങി മകനെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റൂല. അതൊരു നിരന്തര പരിശ്രമത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഫലമായി മാത്രമേ പറ്റുള്ളൂ. അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നല്ല ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള വഴികളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മളെല്ലാവരും ഗൗരവപരമായി ആലോചിച്ചേ പറ്റൂ. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളുമായി നമുക്കൊരു സുതാര്യമായ ഒരു ബന്ധമുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഒക്കെ നടക്കും, ഒന്നും നടക്കാത്തതില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടുത്തെ ഒരു നല്ല സൂപ്പർ മാർക്കറ്റിലെ ഒരു ഓണർ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ആ ബന്ധം മൂലം അവിടെ നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമർ ആവാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് നമ്മുടെ എയർ സർവീസിൽ ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. നമ്മുടെ ബന്ധങ്ങൾ അയാളിലൂടെ എന്തു സാധിക്കാൻ പറ്റും. നമ്മുടെ മക്കളുമായി നമുക്കൊരു നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ സാധ്യമാകും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അറിയില്ല, കുട്ടികളോട് സംസാരിച്ചിടത്തോളം ഏതൊക്കെ കുട്ടികൾ മാതാപിതാക്കളുടെ നിയന്ത്രണം വിട്ടുപോയിട്ട് അവരെ ഉപദേശിക്കണമെന്ന് രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ ആ രക്ഷിതാക്കന്മാരെ ശത്രുക്കളാണ്. അപ്പൊ ശത്രുക്കളായപ്പോഴാണ് അവർ വാപ്പാക്കും ഉമ്മക്കും എതിരായത്. ഇതൊരു സത്യം. ഞാൻ പറഞ്ഞു, പ്രശ്നം എന്തെന്നുള്ളതല്ല, മാതാപിതാക്കളോട് മക്കൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതല്ല, തെറ്റായി പ്രതികരിച്ചവരുടെ എല്ലാം പ്രചോദനം അവരുമായുള്ള ശത്രുതയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കുന്നത്, ഇത്രയധികം സ്നേഹവും കാരുണ്യവും കൊടുത്തിട്ട് എന്തിന് നമ്മൾ മക്കൾ നമുക്ക് ശത്രുക്കളാവുന്നത്? സഹോദരങ്ങൾ, അവിടെയാണ് പ്രധാനം. നമ്മൾ അവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കുന്നു, ഒക്കെ കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് കുട്ടികളുടെ നിലപാട് എന്താന്ന് നിങ്ങൾക്ക് അറിയും. നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുന്നത്, എടോ നിന്റെ വാപ്പ നിന്നെ സ്നേഹിക്കില്ല, നീ ഇങ്ങനെ പറയാ. നിനക്ക് സ്കൂളിൽ എത്ര ഫീസ്? ഒരു വർഷം 24,000 രൂപ കൊടുക്കണില്ലേ?
ആ 24,000 റുപ്യ കൊടുക്കണ വാപ്പ എങ്ങനെ എന്റെ ശത്രുവാകും എന്ന് ചോദിക്കും. അതൊക്കെ വാപ്പന്റെ കടമയാണ്. പിന്നെ വാപ്പ ചെയ്യണ്ടേ? ആരെ ഫീസ് കൊടുക്കുക? പിന്നെ ആരെ ഫീസ് കൊടുക്കുക? കുട്ടികളെ തിരിച്ചു വയ്ക്കുക. അപ്പൊ നമ്മളെ വലിയ സമാധാനത്തിലെന്ത് അവർ പോകാനുള്ള വണ്ടിന്റെ പൈസ കൊടുക്കുന്നുണ്ട്, നല്ല ഫുഡ് വാങ്ങി കൊടുക്കുന്നുണ്ട്. കുട്ടികളെ മനസ്സിലായി അതൊക്കെ ഒരു കടമയാണ്. പിന്നെ എന്താ സഹോദരങ്ങള്, അത് കടമയാണെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻ നഷ്ടപ്പെടുമ്പോൾ അത് കടമകളായി അവർ വിലയിരുത്തും. എന്നാൽ നമ്മളും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിൽക്കുമ്പോൾ അത് സ്നേഹമായി അവർ മനസ്സിലാക്കും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധം സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങേയറ്റത്തെ ഫ്രണ്ട്സാണ് ഞങ്ങളെന്ന്. അപ്പൊ അങ്ങനത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുവിടും, അങ്ങനത്തെ ഒക്കെ പറഞ്ഞാൽ തെറ്റുന്നു. സഹോദരങ്ങളെ, അതല്ലല്ലോ ഒരു റിലേഷൻ പറഞ്ഞത്. ഒരു ഫ്രണ്ട്സിനെ പോലെ മക്കളോടാവുക എന്നുള്ളതാണ്. ഒരു റെസ്പെക്റ്റും കൽപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും പറയാ, അതല്ല. നമ്മൾ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വേണ്ടേ? നമുക്കൊരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്, അത് നിലനിർത്തിക്കൊണ്ടേ പെരുമാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും കടിച്ചു കീറി സംസാരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വാപ്പയായി നിൽക്കണം, പക്ഷെ ആ ബന്ധം നമ്മൾ കീപ്പ് ചെയ്യണം. അത് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്നേഹം തന്നെയാണല്ലോ. സ്നേഹിക്കണം, മക്കളെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ പോരാ. സ്നേഹിക്കുന്നു എന്ന് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? അനുഭവപ്പെടണം. അവിടെയാണ് പ്രധാനം. മക്കളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് അറിയണം. സഹോദരങ്ങളെ, അറിയാനുള്ള വഴി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കണം. അതൊന്നും കാര്യമില്ല. കളിക്കോപ്പൊക്കെ വാങ്ങിക്കൊടുത്തെന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കും തോറും പുതിയ സ്വപ്നങ്ങൾ അവൻ. ഇന്നൊരു സൈക്കിൾ ചോദിച്ചാൽ ആ സൈക്കിൾ വീട്ടിലെത്തിയാൽ അവൻ അപ്പം ഇരുന്ന് ആലോചിക്കുന്ന സൈക്കിൾ എങ്ങനെ കൊണ്ടുനടക്കാന്നല്ല, ഇതിനേക്കാളും നല്ലതൊന്ന് വാപ്പയോട് അടുത്തത് എന്ത് ചോദിക്കാമെന്നേ ഉള്ളൂ. പൈസ ഉള്ളവരോടല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് സ്നേഹം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനം റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അതായത് ആ ചെറുപ്പത്തിലുള്ള സ്നേഹം ഓർക്കുമ്പോഴാണ് വലുപ്പത്തിൽ സ്നേഹവും പ്രാർത്ഥനയും അവന്റെ മനസ്സും ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം അത് നമുക്ക് അതന്നെ ഒന്നാമതായി പരിഗണിക്കാം. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. ആവശ്യം നിറവേറ്റി കൊടുക്കണം. എന്റെ വാപ്പക്ക് പൈസ ഉണ്ടായിട്ടും എന്റെ ആവശ്യങ്ങൾ എന്റെ വാപ്പ നിർവഹിച്ചു തരുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ വാപ്പനോട് വെറുപ്പായിരിക്കും. യാതൊരു സംശയമില്ല. അത് നിറവേറ്റി കൊടുക്കണം, അതിന് സംശയമല്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു പയ്യൻ വന്ന് അവന്റെ വാപ്പ ഗൾഫിൽ ഭയങ്കര സമ്പന്നനാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ എന്താന്ന് വിചാരിച്ചാൽ അവനൊന്നും പറഞ്ഞത് കേൾക്കൂല. വാപ്പ ലീവ് എടുത്ത് നാട്ടിൽ വന്നു, അവൻ ഉമ്മാനെ തെറി പറയുന്നു, ഉമ്മാനെ നെല്ല് അവൻ കൈയോങ്ങുന്നു, അടിക്കാൻ മുഖത്തേക്ക് കൈ നീട്ടി ഇനി എന്താണ് അവൻ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. ഒക്കെ ഞാൻ അവനോട് ദീർഘമായി സംസാരിച്ചു. ഒരു കാര്യമാണ് അവനോട് പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്റെ വാപ്പന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തോ പറഞ്ഞുതരാണ്, വാപ്പ നല്ലൊരു മൊബൈല് നല്ലൊരു കവറിലാക്കിയിട്ട് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചു ആർക്കാര്യങ്ങൾ, നാട്ടിലുള്ള ഡ്രൈവർക്ക്, അല്ലെ വീട്ടിലെ ഡ്രൈവർക്ക്. എന്നോട് വാപ്പ എന്താ പറഞ്ഞത്, നിങ്ങൾ മൊബൈൽ തൊട്ടു പോകരുത്. ഞാൻ വാപ്പന്റെ മകൻ, അയാൾ വാപ്പന്റെ ഡ്രൈവർ. സഹോദരങ്ങളെ, സമീപനങ്ങളിൽ നമ്മൾ നല്ലൊരു അവസ്ഥ സ്വീകരിക്കണം. ആവശ്യങ്ങൾ കൊടുക്കണം അവരെ. ഇപ്പൊ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഞങ്ങളോട് ചോദിച്ചു വന്നത്, ചില രക്ഷിതാക്കന്മാർ പറയുന്നു മൊബൈൽ കൊടുക്കാൻ പറ്റൂല. അതാണോ ശരി? ഒരു കുട്ടി ചോദിക്കുകയാണ്. ഈ പിന്നെ നമ്മുടെ റാഷിദ് സെന്ററിൽ ചോദിച്ചാണ്. ചില രക്ഷിതാക്കന്മാർ പറയുന്നു മൊബൈൽ കൊടുത്തിട്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ നല്ല രൂപത്തിൽ പഠിപ്പിക്കണം എന്നാണ്. ഏതാ ശരി എന്നാണ് കുട്ടി ചോദിക്കണം. മനസ്സിലായി? അപ്പോൾ അതിന് നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണല്ലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കണം. അവർക്ക് നമ്മുടെ വീട്ടിലെ വൈഫൈ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അയക്കണം, നമ്മളെ വാഹനം ഓടിക്കാൻ സമ്മതിക്കണം, ഡ്രൈവിംഗ് പഠിപ്പിക്കണം, ഒക്കെ പഠിപ്പിക്കണം. നിയമം ലംഘിച്ച് വേണം നമ്മുടെ നിയമത്തിനുള്ളിൽ നിന്ന്. പക്ഷെ എന്തറിയാം, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് ചിലപ്പം സാധാരണ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിന് പരിഹാരത്തിന് വേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ നിർദ്ദേശിക്കാറെന്ന് വെച്ചാൽ, സാധാരണ പറയും ഒരു കാര്യം ചെയ്യാം, നീ മൊബൈൽ തരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഓ അപ്പൊ എനിക്കവന് വിശ്വാസമില്ല, അവന് ഞാൻ മൊബൈൽ കൊടുത്താൽ എനിക്കവന് വിശ്വാസമില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, നിനക്ക് നിന്റെ വാപ്പയിലുള്ള വിശ്വാസ്യത തിരിച്ചെടുക്കാൻ പറ്റണം. അത് ഞാൻ തിരിച്ചെടുക്കാം. അപ്പൊ ഒരു 3 മാസം എന്ത് ചെയ്യാം, ഒരു ഉപദേശം നിനക്ക് തരൂല, നല്ലൊരു കുട്ടിയായി നീ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ വാപ്പ എനിക്ക് 3ാമത്തെ മാസം മൊബൈൽ തരും. വെറുതെ പറയാ, എനിക്ക് 2 ആഴ്ച 3 ആഴ്ച. ഞാൻ പറയാം, എത്ര കുട്ടികളാണ് അങ്ങനെ നന്നായത് തരെങ്കിൽ ആ 3 മാസം അവൻ കറക്റ്റ് ആയിട്ട് വക്തിൽ നിസ്കരിച്ച നമ്മൾ പറയണ്ട. വാപ്പയ്ക്ക് എന്തൊക്കെയാണോ ആഗ്രഹം അതൊക്കെ അവൻ നിറവേറ്റി കൊടുക്കും. എന്നിട്ട് പിന്നെ മൊബൈൽ കൊടുക്കും എന്നോടൊന്ന് പറയണമെന്ന് പറയും. അങ്ങനെ 3ാമത്തെ മാസം മൊബൈൽ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കും മൊബൈൽ കൊടുക്കട്ടെ. അപ്പൊ ഒന്നുകൂടി വരാൻ വേണ്ടി പറയും. എന്നിട്ട് പറയും, അവനിരുത്തി പറയും, ഈ മൊബൈൽ ഏതു സമയത്തും പരിശോധിക്കാൻ അധികാരം ആർക്കുണ്ട്? വാപ്പക്കുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ ദീനിന് വിരുദ്ധമായ ഒന്നിന് ആ മൊബൈൽ ഉപയോഗിച്ചു എന്ന് അറിഞ്ഞാൽ അന്ന് മുതൽ
നിനക്ക് മൊബൈൽ തരാൻ വാപ്പക്ക് എന്തില്ല, ബാധ്യതല്ല. സഹോദരങ്ങളെ ചെയ്യൂല, ഉറപ്പിച്ചോളൂ ചെയ്യൂല. ആ കുട്ടി നന്നാകാൻ ആ മൊബൈൽ കൊടുക്കൽ കർമ്മത്തിലൂടെ പറ്റുന്ന, മൊബൈൽ കൊടുക്കുക എന്ന കർമ്മത്തിലൂടെ അവൻ നന്നാവും. ഞാൻ പറഞ്ഞ നെറ്റിൽ കയറണം, നെറ്റിൽ കേട്ടത് നെറ്റ് ഫസ്റ്റ് ഒരു അത്ഭുതമായിട്ട് കുട്ടികൾ കാണുക. അത് സ്കൂളിൽ നിന്നോ കൂട്ടുകാരെന്നോ അവന്റെ മൊബൈൽ ഒന്നും കാണണ്ട. നെറ്റിന്റെ അത്ഭുതം നിങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കുക. അതിന് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാവുന്ന അത്ഭുതപരമായ ഇസ്ലാമിക ലോകങ്ങളും ഖുർആനിക് വീഡിയോകളും എല്ലാം ഉണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒഴിഞ്ഞിരുന്നിട്ട് അവനോട് കാണിച്ചു കൊടുക്കും നെറ്റിന്റെ ലോകം. അത് കാണിച്ചു കൊടുത്തിട്ട് അവന് നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ ഫസ്റ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടെ ഇരുന്നിട്ട് അവൻ സ്വതന്ത്രമായി ഉപയോഗിച്ചോട്ടെ. അവൻ ഏകദേശം അതിൽ തെറ്റായൊരു വഴിക്ക് പോകാവുന്ന എല്ലാ വഴികളും അവന് നിങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് മെയിൽ അയക്കാണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവില്ല, അതിലൊക്കെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് അവൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യും എല്ലാ കാര്യത്തിലും. ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു കൂട്ടുകാരനായിട്ട് അവൻ വേണം, നിർബന്ധിതനായിട്ടല്ല, നിങ്ങൾക്കൊരു കൂട്ടുകാരനായി അവൻ കൂടെ വരണം. നിങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്കൊരു കൂട്ടുകാരനായിട്ട് അവൻ വരണം. നിങ്ങൾ നെറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൂട്ടുകാരനായി നിങ്ങളുടെ മകൻ ഉണ്ടാവണം. നിങ്ങളെപ്പോലെ അവൻ നെറ്റ് ഉപയോഗിക്കൂ, നിങ്ങളെപ്പോലെ അവൻ കാര്യങ്ങളെ കാണും. അതുകൊണ്ട് കുട്ടികളുടെ ആവശ്യങ്ങളെ പാടെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ടി വി കാണുന്നത് കുട്ടിക്കൊരു ആവശ്യമുണ്ട്, അപ്പൊ അത് ചെയ്തു കൊടുക്കണ്ടേ? സഹോദരങ്ങൾ, അവിടെ ഉണ്ട്. ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എന്തുകൊണ്ട് തരുന്നില്ല എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയാൽ ഒരു പ്രശ്നമല്ല. കാരണം കുട്ടികൾക്ക് അത് ബോധ്യപ്പെടും. എല്ലാത്തിനും വേണ്ട 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 എന്ന് പറഞ്ഞ രക്ഷിതാക്കന്മാർ എന്ത് പറഞ്ഞാലും കുട്ടികൾ കേൾക്കൂല. എന്നാൽ റീസണബിൾ ആയി അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പറ്റാത്ത കാര്യം പറ്റാത്തതാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയാൽ എന്ത് ചെയ്യും, അത് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ ഏതു കാര്യത്തിലും ഞാൻ സാധാരണ പറയുന്നത് വെച്ചാൽ, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എപ്പോഴാണ് നന്നായത്? ഞാൻ ചോദിക്കും, എപ്പോഴാണ് നമ്മളൊക്കെ നന്നായത്? ഞാൻ പറഞ്ഞു, പല ആളുകളും 18, 20, 25 വയസ്സ് വരെ അടിച്ച് പൊളിച്ച് നടന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു സീഡിൻ കേട്ടപ്പോൾ മാറിയതാണ്. ഞാൻ എല്ലാവരെയും പറ്റി പറയില്ല, ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ സദസ്സിൽ മാറിയത്. നമ്മളെ കുട്ടിക്ക് എത്ര പ്രായം? 10 വയസ്സ്, 5 വയസ്സ്, 4 വയസ്സൊക്കെയാണ് പ്രായം. അപ്പൊ നമ്മളിപ്പോ എന്താ വേണ്ടത്? ഈ 28 വയസ്സായ ഞാനും നിങ്ങളും ജീവിക്കണം പോലെ തന്നെ ആര് ജീവിക്കണം? നമ്മുടെ മോൻ ജീവിക്കണം. ആഗ്രഹത്തിന് വിരോധമില്ല സഹോദരങ്ങളെ. എനിക്ക് ബോധ്യപ്പെട്ടത് എനിക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം, രാത്രി ഒന്ന് സുബൈന്റെ മുമ്പൊന്ന് പാങ്കൊടുക്കുന്ന മുന്നേ എഴുന്നേറ്റ് ഒരു 3 റക്അത്ത് വിത്രൊക്കെ നിസ്കരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ അന്ന് എന്താണെന്നറിയില്ല, പിറ്റേന്നത്തെ വൈകുന്നേരം വരെ ഭയങ്കര ഒരു സമാധാനം. അപ്പൊ എനിക്ക് ആ സമാധാനം അനുഭവപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, മൊബൈൽ ഫോണൊക്കെ അലാറം വെച്ച് ഞാൻ ആ സമയത്ത് നീക്കും. പക്ഷെ എന്റെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയല്ല. ഓനല്ല ടെൻഷനുണ്ടോ, നേരെ മൊത്തം അവൻ ഉഷാറായിട്ട് നടന്നു പോകണം. ഓനെ ഞാൻ വിളിക്കുകയാണ് എന്ത്, 4:30 മണിക്ക് മോനെ തഹജ്ജുദിന് എഴുന്നേൽക്കണം. വാപ്പന്റെ ഉദ്ദേശം നല്ലതാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അവനൊരു രാത്രി നിസ്കാരം ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിക്കൊണ്ടെന്നാണ്. ഞാൻ വളരെ വൈകിപ്പോയിന്നാണ്. സഹോദരനെ ശീലിപ്പിക്കുന്ന വിരോധമല്ല, പക്ഷെ അത് അവന് ബോധ്യപ്പെടണം. ഞാൻ പറഞ്ഞ അവന് ബോധ്യപ്പെട്ടാൽ ഓക്കെ, അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടത് എന്റെ മക്കൾ പ്രവർത്തിച്ചുകൂടാ, അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുമ്പോഴുണ്ടോ. ഇത് ഞാൻ എന്റെ ഒരു ആശയമായിട്ട് പറയല്ല, നിങ്ങൾക്ക് പഠിക്കാം. സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിച്ചു നോക്കൂ. നിങ്ങൾ എന്തൊക്കെ ഉപദേശം ലുഖ്മാൻ മകനോട് പറയുന്നുണ്ടോ അതിനൊക്കെ ഉള്ള റീസൺ അവസാനം പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹനെ സൂക്ഷിക്കുന്ന പറയുമ്പോൾ ഇന്നല്ലാഹു ലത്തീഫുൽ ഖബീർ, മോനെ അതെല്ലാം കാണട്ടോ, അതുകൊണ്ട് കുട്ടി ചെയ്തതൊക്കെ പടച്ചോൻ കാണും, അവിടെ സൂക്ഷിക്കണം എന്നാണ്. പിന്നെ വസ്ബിർ അലാമ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, മോനെ ക്ഷമിക്കണം, എല്ലാ കാര്യത്തിലും സഹനം വേണം. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അസ്മിൽ ഉമൂറിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അവരെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാതും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു, ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ 3 ദിവസത്തെ ക്ലാസ് ജാലകം എന്ന് പറഞ്ഞ MSM നടത്തുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടുത്തെ ക്ലാസ്സിന് ഞങ്ങൾ 80 ആൺകുട്ടികളുണ്ട്. ആ ക്ലാസ്സിന് വേണ്ടി വന്ന സമയത്ത് പിന്നെ പ്രോഗ്രാം കാണിച്ചു തന്നപ്പോ എന്നോട് പറഞ്ഞു 3 ക്ലാസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു വിഷമം തോന്നി. ഈ 3 ക്ലാസ്സിൽ കുട്ടികൾക്ക് എടുക്കാറുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഭയങ്കര സ്ട്രെയിനാണ്. അപ്പൊ അതിങ്ങനെ വിഷമിക്കും. അപ്പൊ ഞാൻ ചെറിയ വിഷമം അവിടെ പ്രകടിപ്പിച്ചു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടികള് ഗൾഫിലൊക്കെ ഉള്ള പല നാടുകളും ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോടൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള അവിടെ അറ്റൻഷൻ കിട്ടാനുള്ള ശ്രമം നടത്തിയിട്ട് പിന്നെ പ്രസംഗം നടക്കുള്ളൂ. എന്താ അത്ഭുതം സംഭവിച്ചു. UAE വന്നിട്ട് ആ കുട്ടികള് എന്താ നിങ്ങൾ ശരിക്കും ഒരു അങ്ങേയറ്റത്തെ നിശബ്ദത, 1 മണിക്കൂർ രാത്രി 11 മണിക്ക് ശേഷം ക്ലാസ് എടുത്തിട്ടു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഡിസിപ്ലിൻ ആ കുട്ടികൾക്ക് ഉണ്ടായത് സഹോദരങ്ങളെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ, ഞായറാഴ്ച നടക്കുന്ന ക്ലാസ്സുകളിലൂടെ കിട്ടിയതാണ്. ഞാൻ പറഞ്ഞത് 1 നിമിഷം കൊണ്ടൊരു കുട്ടി മാറും ബോധ്യപ്പെട്ട.
ബോധ്യപ്പെടാത്തൊരു കുട്ടിനെ നിങ്ങൾ 25 കൊല്ലം ഒപ്പം കൊണ്ടുപോയി നിസ്കരിപ്പിച്ചാലും നിസ്കാരം അവന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോ അവനെ വിളിക്കാതിരിക്കണോ അന്നോ അവനെ എഴുന്നേൽക്കൂല. അതാണ് ബോധ്യത തമ്മിലുള്ള പ്രശ്നം. എന്നാൽ ബോധ്യപ്പെടുത്തി കൊടുത്താലും ആ കുട്ടി ടോട്ടൽ മാറിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി ചെയ്യിപ്പിക്കുക. ബോധ്യപ്പെടുത്താൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ അവനെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആവശ്യങ്ങൾ നിരാകരിച്ചാൽ സ്നേഹിക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ പറ്റില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ മോൻ അവന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അവൻ അവിടെ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാരെക്കാളും ഏറ്റവും അധികം പണമുള്ള ആൾ നിങ്ങളാണ്. പക്ഷേ ഞാൻ മാത്രമേ കമ്പ്യൂട്ടർ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. ഓപ്പണായിട്ട് പറയും. ചെറിയ കുട്ടിയാണ്, പിന്നെ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞ ആ കുട്ടിന്റെ മനസ്ഥിതി മാറ്റാൻ എന്താ പറ്റുക? അപ്പോഴും അയാൾ തീരുമാനം കൊടുക്കൂല തന്നെ. ഞാൻ പറഞ്ഞാൽ അതിനൊരു പരിഹാരം കാണാതെ ആ കുട്ടിയെ നേരൊക്കെ എടുക്കാൻ പറ്റൂല. ഇപ്പൊ ആ കുട്ടി ചെയ്യുന്നത് തൊട്ട് താഴെ കുട്ടിയെ ക്യാൻവാസ് ചെയ്യണം, വാപ്പക്കെതിരെ ഓൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വലുതായി വരികയാണ്. ഉടനെ വാപ്പക്കെതിരെ അവൻ എങ്ങനെ റെഡിയാക്കി എടുക്കാതിനെ പറ്റി ആലോചിക്കാം. നമ്മൾ ഇതൊരു നിസ്സാരമായി കാണാൻ പറ്റില്ല, അത് ഗൗരവപരമായിട്ട് നമ്മൾ കാണും, ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത്, കുട്ടികളെ സ്നേഹിക്കുന്നില്ല അവർക്ക് തോന്നാനുള്ള മറ്റൊരു കാരണം വിവേചനമാണ്. വിവേചനം, അനീതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ശരിക്കുണ്ട്. അതായത് നമ്മളത് അത്ര ശ്രദ്ധിക്കുന്നില്ല. ഒരു 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വരും. ചിലപ്പോൾ ചെറിയ കുട്ടിയാവും, ആൺകുട്ടിയാവും പെൺകുട്ടിയാവും. സഹോദരങ്ങളെ, സമീപനങ്ങളിൽ ഒരു വ്യത്യസ്തത ഒരിക്കലും നിങ്ങൾ പുലർത്തരുത്. ഞാൻ നാട്ടിലൊക്കെ പറയും, പണ്ടത്തെ കാലത്ത് കുട്ടികളൊക്കെ റെഗുലർ സ്കൂൾ പറഞ്ഞേക്കും. ചെറിയ കുട്ടികളായി വരുമ്പോഴൊക്കെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ വരും. എന്നാൽ ഇവ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായി? കുഴപ്പമൊന്നുമില്ല പോണിന്. അത് മറ്റാളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവൻ അംഗീകരിച്ച കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്തായാലും വളരെ പ്രായമായിട്ട് വരുന്ന ആളുകൾ എല്ലാവരും, ഇപ്പൊ നിങ്ങളെ പ്രായത്തിലുള്ള ആളുകൾ പോലും പറയുന്ന ഒന്നാണ്, ചെറുപ്പത്തിൽ തന്നെ വാപ്പയും ഞങ്ങളൊന്നും ഒരേപോലെ അല്ല നോക്കിയത്. അവരെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു, നമ്മളിതൊന്നും പഠിപ്പിച്ചില്ല. അവർക്കൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവരെയൊക്കെ ഭാവിക്ക് വേണ്ടി ഒരു പൈസ എനിക്കൊന്നും വേണ്ടി ചെലവാക്കിയിട്ടില്ല. എന്തിനുപയിലാവില്ലാതിക്കും വിശ്വാസം ഒരു വട്ടല്ല പറഞ്ഞത്, 3 പ്രാവശ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, വാക്കിലോ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും വിവേചനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ആളുകൾ അത് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ആൺകുട്ടികൾ പ്രത്യേകിച്ച്, പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായി സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രത്യേകത ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ അറ്റാച്ച്മെന്റ് കാണുമ്പോൾ നമ്മളും തിരിച്ചങ്ങോട്ട് സ്നേഹിക്കും. ചിലപ്പോൾ ആൺകുട്ടികൾക്ക് അത്ര ഇണങ്ങാൻ പറ്റില്ല. പല വീട്ടിലും പല രൂപത്തിലായിരിക്കും. അപ്പൊ ഈ ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ തന്നെ കരുതി കൂട്ടി അല്ലെങ്കിൽ പോലും അവര് വിവേചനം സൃഷ്ടിക്കുന്ന പോലെ തോന്നും. ഒരു സ്നേഹക്കുറവ് സംഭവിച്ചാൽ പലപ്പോഴും കുട്ടികളിൽ നിന്ന് എന്ത് വിചാരിച്ചാൽ ശരിയല്ലാത്ത രൂപങ്ങൾ ഉണ്ടായിരിക്കും. ഇതിലേറെ സ്നേഹമില്ലെന്ന് അവർക്ക് തോന്നാനുള്ള അടിസ്ഥാന കാരണങ്ങൾ ഒന്ന് താരതമ്യമാണ്. കമ്പയർ ചെയ്യാം. ഇതെല്ലാ രക്ഷിതാക്കന്മാരും ചെയ്യും, കമ്പയർ ചെയ്യും. ഇപ്പൊ ഉദാഹരണം നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെ പറയാ, നോക്ക് ആ വീട്ടിൽ നോക്ക്, എന്തൊരു അവിടെ നിങ്ങളെ വായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റും കാര്യം, ഒരു ഒച്ചയും കേൾക്കുന്നില്ലല്ലോ ആ വീട്ടിൽ നിന്ന്. എല്ലാം അവിടെ ഇല്ലേ 3-4 കുട്ടികൾ, അവരെന്തൊരു നല്ല കുട്ടികളാണ്. ഇവിടെ എന്നും പറയണം. സഹോദരങ്ങളെ, എന്തിനാണ് അത് പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞങ്ങൾ മോശപ്പെട്ടവർ, അവർ നല്ലവർ. ഒരു കുട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ കുട്ടി മറ്റുള്ളവന്റെ മാർക്ക് നോക്കി നീ ഒന്നും പഠിക്കുന്നില്ല, അവരെ കുട്ടികൾക്ക് എത്രയാണ് മാർക്ക്, ഈ കമ്പാരിസൺ ഉണ്ടല്ലോ ഏറ്റവും വലിയ അപകടമാണ് സഹോദരങ്ങളെ. ഒരു കുട്ടിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു കുട്ടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇത് നിങ്ങളുടെ കമ്പനിയുടെ മാനേജർ സിൻസിയറായിട്ട് വർക്ക് ചെയ്യണം നിങ്ങളോട് പറയാൻ എന്താണോ എന്റെ കഥ, ഇവരൊക്കെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെയാണെങ്കിലും സഹിക്കാൻ പറ്റും. ഇവരൊക്കെ കണ്ടു പഠിക്കണമെന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും. സൂചന കുഞ്ഞു മക്കൾക്ക് ഒരിക്കലും പറ്റില്ല. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ അവർക്ക് അസഹനീയമാണ്, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ, നിങ്ങൾ എപ്പോഴും പ്രോത്സാഹനങ്ങളാണ്, നല്ല രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ. ഇപ്പൊ താരതമ്യം നിങ്ങൾ ചെയ്യരുത്. എന്താ, നീ നമ്മുടെ സ്വന്തം മക്കൾ തന്നെ താരതമ്യം. ഇപ്പൊ മൂത്താൾ എത്ര നല്ല കുട്ടിയാണ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ അവൻ നല്ലത്, അവനോട് ഇഷ്ടം, എന്നോട് ഇഷ്ടമല്ല. നമ്മുടെ വാക്കുകൾ എന്തുമാത്രം കുട്ടികളുടെ ഹൃദയത്തിൽ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മൾ താരതമ്യം സംസാരത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ നന്മകൾ കാണാതിരിക്കുക, അതൊരു പ്രധാന സംഗതിയാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഏത് കുട്ടിനോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇസ്ലാമിന്റെ തത്വം ഖുർആന്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. അതായത് ഒരു മനുഷ്യനും ടോട്ടലായിട്ട് മുഴുവൻ മോശമായ ഒരാളുണ്ടാവും, അങ്ങനെ ഒരാളുണ്ടാവും, ഒറ്റാളുണ്ടാവില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നിങ്ങൾ, എന്നിട്ട് എന്തെങ്കിലും ഒരു ദൂഷ്യം ഉണ്ടാവും, ആ ദൂഷ്യം മാത്രം കാണുക, അതന്നെ അങ്ങനെ പറയാം. എന്തിനാ പറ്റുക ചോദിക്കുക, ഒന്നിനും പറ്റൂല.
അതിനെന്താ എന്തെങ്കിലും ഒരു തകരാറ് ഉണ്ടാവുള്ളൂ. സഹോദരങ്ങൾ, ഏതെങ്കിലും ഒരു തകരാറ് മാത്രം കണ്ടിട്ട് അതുമ വെച്ചിട്ട് അവന് മുഴുവൻ നന്മകളെ നിരാകരിക്കാം. അതുകൊണ്ട് കുട്ടികളുടെ നന്മകൾ കാണാൻ നമുക്ക് പറ്റണം. ഇതിലുപരി ഏറ്റവും അധികം കുട്ടികൾക്ക് നമ്മുടെ സംസാരത്തിൽ വരുന്ന പിഴവുകളിൽ ഏറ്റവും പ്രധാനം അത് നിങ്ങളുടെ ഭാര്യമാരോടാണ് നിങ്ങൾ ഏറ്റവും നന്നായി പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, ഒരു സ്വൈരവും കൊടുക്കാതെ. ചില വീട്ടിൽ അങ്ങനെയാണ്, പറയുന്നേ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും ഒന്ന് അടുത്ത് വന്ന് കുട്ടികൾ ഇരുന്നാൽ അവിടെ കുട്ടികളെ അടുത്ത് വരില്ല, നമ്മുടെ അടുത്ത് വരില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പള്ളിക്ക് പോകുമ്പോൾ കാണാൻ വെച്ചാൽ ഇവർ ഫാമിലികൾ ഒന്നിച്ച് ഞങ്ങളുടെ കോളനിയിൽ പള്ളിക്ക് പോകുമ്പോൾ പലപ്പോഴും കാണാൻ വെച്ചാൽ നിരന്തരം ഇത് കുട്ടി കൂടെ പള്ളിക്കന്ന് അവിടെ എത്തുന്ന വരെ പറഞ്ഞു കൊടുക്കും. സ്കൂളത്തെ കാര്യം വീട്ടിലത്തെ കാര്യം ഇങ്ങനെ പറയുന്നത്. സഹോദരങ്ങൾ, ആർക്ക് സഹിക്കാൻ പറ്റും? ഞാൻ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾ കുറ്റപ്പെടുത്തലില്ലാന്ന്, അതായത് വിമർശനമില്ലാന്ന്. അതുകൊണ്ട് വിമർശിക്കാതിരിക്കാം, ഒരു കാര്യത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാം. അത് നല്ലൊരു പോസിറ്റീവായ നിലക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാൻ. അപ്പൊ നമ്മുടെ സംസാരത്തിലെ പിഴവുകൾ, പെരുമാറ്റത്തിലെ പിഴവുകൾ നമ്മുടെ കുട്ടികളെ നമ്മളെ ശത്രുക്കളാക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്നു. സഹോദരങ്ങളെ, വിശാലമാണ് ഈ വിഷയം. എങ്ങനെയാണ് ഇതിന്റെ എല്ലാ ഏരിയകളും ടച്ച് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഒരു പരിഹാരം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. ഇവിടെ ഏറ്റവും നമ്മുടെ കുട്ടികൾ ഇപ്പൊ അങ്ങനെയൊക്കെ ചില ധാരാളം കുട്ടികളൊക്കെ ഉണ്ടാകും. ഇവരെ മാറ്റാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെയാണ്. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും കുട്ടിന്റെ ദൂഷ്യം പറഞ്ഞു വരികയാണെങ്കിൽ ആ കുട്ടിനോട് കുറേയേറെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഈ കുട്ടിക്കൊന്നും പറഞ്ഞു കൊടുക്കാനാണ്. പിന്നെ കുട്ടിനെ കൊണ്ടുവന്ന വാപ്പനെയും മുന്നിരുത്തിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. കാരണം അവരിലുണ്ടാകുന്ന ചേഞ്ച് വരുന്നോട് കൂടെ കുട്ടി മാറും, യാതൊരു സംശയവും കാര്യത്തില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ലത് അവർക്ക് ഇതാണ് താരം. അതുകൊണ്ട് ആ രക്ഷിതാക്കന്മാരാണ് ഏറ്റവും നല്ലത് പറയാൻ കാരണം. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലത്. ഒന്നാമത്തെ കാര്യങ്ങൾ സാഹചര്യമാണ്. ഒരു നല്ല സാഹചര്യം നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അതോടുകൂടെ നമ്മുടെ കുട്ടി പൂർണ്ണമായി മാറും. എന്താ, കുട്ടിയിലേക്ക് ഒരു എൻട്രി കിട്ടാൻ ഒരു സമയം നമുക്ക് വേണം. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്റെ വാപ്പന്റെയും ഇമ്മന്റെയും വിശ്വാസം തിരിച്ചെടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ക്യാമ്പിന് കഴിഞ്ഞ് വരുമ്പോൾ എന്താ വെച്ചാൽ അവനിലൊരു മാറ്റം ഉണ്ടായി എന്ന് വരുത്താനാണ് രക്ഷിതാക്കന്മാർ ശ്രമിക്കേണ്ടത്. പക്ഷെ സ്വാഭാവികമായി രക്ഷിതാക്കന്മാർ എന്താ ചെയ്യാ, നിങ്ങളാ എന്താ 2 ദിവസം ക്യാമ്പിന് പോയിട്ട് തിരിച്ചെന്നപ്പോ പഴയ മാറ്റം. ഞാൻ പറഞ്ഞ ഒരു 100% രക്ഷിതാക്കന്മാരും അങ്ങനെ പറയാനാ സാധ്യത. പക്ഷെ പല മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിലാണ് ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ പഴയ മാറ്റം ഉണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥ രക്ഷിതാക്കന്മാരിലുണ്ടാവും. അപ്പൊ ആ കുട്ടിക്കല്ല എനിക്ക് മറുപടി പറയേണ്ടത് ആ കുട്ടിന്റെ വാപ്പനോടാണ്. എന്ത്, നാളെ ഈ കുട്ടി വരും, വന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ആ കുട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ ചെയ്തു വരും. പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം അവരെ കണ്ടാൽ ക്യാമ്പിന് പോയി ഇപ്പൊ മാറ്റം ഉണ്ടായല്ലോ എന്തൊരു വഴിത്തിരിവ് ഒരു കാര്യത്തിലുണ്ടാവണം. അതുകൊണ്ട് ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കുക. അപ്പൊ ഇതെന്താ നിങ്ങൾ ചെയ്യണം, എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറിയ ഉപദേശം കൊടുത്തിട്ടോ നിങ്ങളൊരു സ്നേഹം പഠിപ്പിച്ചിട്ടോ എന്തെങ്കിലും ചേഞ്ച് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഭാര്യയോട് ഷെയർ ചെയ്യണം. കണ്ടു, ഒരു ചെറിയ മാറ്റങ്ങൾ തുടങ്ങിട്ടോ, ഇപ്പൊ ഓനാ പഴയ ദേഷ്യമൊന്നുമില്ല, ഇപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞ അനുസരണം, ഞാൻ വീട്ടിൽ കയറി വന്നപ്പോ എന്തൊരു കാര്യം മാത്രമല്ല എന്റെ വിശ്വാസം. ഇപ്പൊ പുസ്തകമൊക്കെ എടുത്ത് സുഖമായിട്ട് വായിക്കണം, എന്തൊരു താല്പര്യത്തിൽ അവന്റെ ഹോംവർക്ക് അവൻ ചെയ്യുന്നു. നമ്മളൊരു സാഹചര്യം വീട്ടിൽ പുതിയതായി സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കണം. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു രക്ഷിതാവ് ഒരു കുട്ടിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവന്റെ തകരാറ് എന്താന്ന് വെച്ചപ്പോൾ ഹിന്ദി സിനിമകൾ കാണും. അപ്പൊ അത് വാപ്പനോട് ആദ്യം ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടി ഇരുത്തിയിട്ട് പിന്നെ ഹിന്ദി സിനിമ കാണും, ഏത് സമയത്തും അതിനോട് വായനല്ല, പഠനമല്ല, നിസ്കാരമല്ല, ഒന്നും. അപ്പൊ ഞാൻ വാപ്പ പോയിട്ട് ഇവരോട് ചോദിച്ചു, എടോ നിനക്ക് ഇങ്ങനെ ഈ സിനിമ കാണാൻ പറ്റുന്നത്? അവൻ പറഞ്ഞു, വീട്ടിൽ TV ഉണ്ട്, കേബിൾ ഉണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, പഠിച്ചോളെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കേബിളും TV ഒക്കെ വെച്ച് കൊടുത്ത് സിനിമന്റെ ചാനലും വെച്ചിട്ട് റിമോട്ടും കയ്യിൽ കൊടുത്തിട്ട് മൂപ്പരിപ്പോ വലിയ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് ഹിന്ദി ചാനലുകൾ കാണാം. ഡയലോഗത്ത് പോയിട്ടല്ല, സ്കൂളിൽ പോയിട്ടല്ല. ഞാൻ പറഞ്ഞു, എന്ത് രക്ഷിതാക്കന്മാരെ കഥ എന്ന് ആലോചിക്കുന്നത്. നമ്മുടെ വീടിലെ സാഹചര്യം പൂർണ്ണമായും മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീട് അടുത്ത ദിവസം നമുക്ക് പറയാനുള്ള വിഷയം അതാണ്. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം എങ്ങനെ അനുകൂല സാഹചര്യമാക്കുക. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു സാഹചര്യം നമ്മൾ ഉണ്ടായി കൊടുക്കുക. എന്നാൽ ഒരു കുട്ടി കേടുവരാൻ ഒരു സാഹചര്യം മാത്രം മതി. ഉദാഹരണം, ഇപ്പോൾ 1-2 ആളുകൾ എന്നോട് സൂചിപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ കുട്ടികൾക്ക് ഒരു അവസരം കിട്ടണം. ഇപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ അന്ന് നമ്മളാരും കുട്ടികളെ ശ്രദ്ധിക്കൂല. ഞാൻ പറഞ്ഞത് വളരെ സൗകര്യമാണ്. കാരണം ഒരു സെലിബ്രേഷന്റെ ഒരു മൂടുണ്ട്, ഒരു ആഘോഷത്തിന്റെ മൂഡ്. അത് മനുഷ്യന് തെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമാണ്.
ഈ പൂരങ്ങളും നേർച്ചകളിലൊക്കെ നൂറുകണക്കിന് മദ്യപാനികളും വ്യഭിചാരികളും ജന്മം കൊള്ളും. ഇങ്ങനെയുള്ള കുട്ടികൾ സ്റ്റഡി ടൂർ പോകും. ആ ടൂർ പോകുമ്പോൾ നിങ്ങൾ കഴിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഫാമിലി ഒരു ടൂർ പ്രോഗ്രാം ചെയ്യാം. എപ്പോ കുട്ടികൾ ഒരു 6 ദിവസമൊക്കെ അന്യ ആൺകുട്ടികളെ കൂടി പെൺകുട്ടികളൊക്കെ ടൂർ പോകാൻ അനുവാദം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങളൊരു ടൂർ പ്രോഗ്രാം ഉണ്ടാക്കുക. ആ ടൂർ പ്രോഗ്രാമിൽ ആരേ ഉള്ളൂ? നിങ്ങളും ഭാര്യയും അവന്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും സുഹൃത്തുക്കൾ. അതിനിപ്പോ അവിടെ സ്കൂൾ കൊടുക്കേണ്ടതിന്റെ 10 ഇരട്ടി പൈസ കൊടുത്താലും ഒരു നഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കുട്ടികൾ കൊടുക്കരുത് അവസരം. കാരണം എന്റെ സുഹൃത്തിന്റെ ഒരു സംസാരത്തിൽ ഞാൻ കേട്ടതാണ്, ഒരിക്കൽ കോളേജിലെ ടൂർ പ്രോഗ്രാമാണ്. പോണ സമയത്ത് എന്താ വെച്ചാൽ എല്ലാം പോണ സമയത്ത് ബാക്കിലെ സീറ്റ് അല്ലാത്ത എല്ലാ സീറ്റിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്നു. കോളേജിലത്തെ ആൺകുട്ടിയും പെൺകുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരും ഒപ്പം ഇരുന്ന് പോകുന്ന ടൂറിൽ ബസ്സിൽ. പക്ഷെ ഒരു 5-6 പെൺകുട്ടികൾ എന്ത് വെച്ചാൽ ഏറ്റവും ബാക്കിലെ സീറ്റ് സെലക്ട് ചെയ്തിട്ട് അവർ ആ സീറ്റിൽ നിറഞ്ഞിരുന്നു. കാരണം അവരെ മനസ്സെന്താണ്, ആൺകുട്ടികളെ കൂടെ ഇരിക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവരും ആൺകുട്ടികളെ കൂടെയാണ് ഇരിക്കുന്നത്. അതാണ് ടൂറിന്റെ ഫലം. തിരിച്ചു വന്നപ്പോ ഈ കുട്ടികൾ ആരെ കൂടെ ഇരുന്നു? ആൺകുട്ടികളെ കൂടെ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞത് ആ മൂഡ് മാറാണ് മനസ്സിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞ ടൂർ പ്രോഗ്രാമുകൾ, കല്യാണത്തിന് സമയങ്ങൾ ഇതിലേറെ അപകടകരമാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊറ്റക്കാക്കി പോവുക. എന്റെ ഒരു സുഹൃത്ത് മകളെ വീട്ടിലൊറ്റക്കാക്കി, ഒരൊറ്റ മകളുള്ളൂ, മകളൊറ്റക്കാക്കി അവർ പോയി. തിരിച്ച് വരുമ്പോ എന്താ നിങ്ങൾ വീട്ടുമുറ്റത്ത് നിറച്ച ആൾക്കാരെ, ഓട്ടോറിക്ഷയിൽ അവിടെ കോളേജിലെ പയ്യൻ വന്നിരിക്കുന്നു. ഒരു പകൽ മുഴുവൻ അവർ ഒന്നിച്ച് വീട്ടിൽ കഴിച്ചു കൂട്ടി. ഒരു പകല് മുഴുവൻ ആ പെൺകുട്ടിയും അവളുടെ കോളേജിലെ ആൺകുട്ടിയും കഴിച്ചു കൂട്ടി. ഇത് ആരോ അയൽവക്കത്തു നിന്നും പിന്നെ മണത്തറിഞ്ഞിട്ട് മുറ്റത്തെ ആൾക്കാർ കൂടി അവനെ പിടിച്ച് അടിച്ച് ആകെ പ്രശ്നമാക്കി. അയാളെ നാട്ടിലൊരു മാന്യനാണ്. ആകെ പ്രശ്നമായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആ പെൺകുട്ടിനോട് ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി അയാൾ എന്റെ അടുത്ത് കൊടുന്നു. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ആ കുട്ടീനെ ഒരു പ്ലസ് 2 പഠിക്കുന്ന ഒരു കുട്ടീനെ ഒറ്റക്ക് വീട്ടിലാക്കി പോകുക പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആരെ കൂടെ നമുക്ക് തന്നെ അറിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനും മകളും ഒക്കെ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും. എന്റെ മകളെ എന്റെ ജ്യേഷ്ഠന്റെ മകന് കല്യാണം കഴിക്കാം. ഈ ഒരു വിവരം എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്റെ അനുജന്റെ ഭാര്യയെ ബൈക്കിലും വെച്ച് പോവുകയാണ് നമ്മുടെ നാട്ടില്. സ്വന്തം അനുജന്റെ ഭാര്യയെ ബൈക്കിലും വെച്ച് പോവുക. ആളുകൾക്ക് ഈ മഹറം എന്താണെന്ന് അറിയില്ല. ഖുർആനിലെ ആ അടിസ്ഥാനപരമായ പാഠങ്ങൾ അവർ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ നല്ല ഒരു തിന്മയുടെ സാഹചര്യം ഉണ്ടായാൽ മതി കുട്ടികൾ നശിക്കാൻ. ഞാനൊരു പയ്യനെ വളരെ വൃത്തികെട്ടൊരു കാര്യത്തിൽ പിടിച്ചിട്ട് ഞാൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോഴാണെന്ന് വെച്ചാൽ അവന്റെ മൊബൈൽ ഒരു ക്ലിപ്പ്, ഏറ്റവും വൃത്തികെട്ട ക്ലിപ്പ്. ആ ക്ലിപ്പ് അവൻ 60 കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ അവൻ കൈമാണിച്ചിട്ടുണ്ട്. ബ്ലൂടൂത്തിൽ 60 കുട്ടികൾക്ക്. ഞാൻ ഉറച്ചു പറയുന്നു, ആ ക്ലിപ്പ് ഒരു കുട്ടിക്ക് കിട്ടിയാൽ അവൻ ലൈംഗിക സദാചാരത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാവും. അങ്ങനത്തെ ക്ലിപ്പ് അത് 60 ആക്കും കൊടുത്തു പറഞ്ഞാൽ നമ്മളെ കുട്ടി കേടിടാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഒരു ബ്ലൂടൂത്ത് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? അത്ര മിനിറ്റ് ഒരു കുട്ടി കേടിടാൻ പാടുള്ളൂ. സഹോദരന്റെ സാഹചര്യങ്ങൾ നല്ല സൂക്ഷിക്കണം. നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ചില സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും. ഞാനിപ്പോ വെറുതെ നെറ്റിന് വേണ്ടി നോക്കിയപ്പോൾ ഒരു പണ്ഡിതൻ കൊടുത്തിരിക്കുകയാണ് ഒരു കുട്ടികളുമായി പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എനിക്ക് കൂടുതൽ 30 ചില കാര്യങ്ങൾ എനിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ വായിക്കാൻ പറ്റില്ല. അതിലവർ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുറങ്ങാൻ ഒരു റൂമിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത. അതേപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളോ മാനസികമായ ബന്ധങ്ങളോ ഒക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിധാനത്തിൽ അവരുടെ കാഴ്ചയിൽ വരിക. അവരുടെ കാഴ്ചയിൽ വരെ വളരെ അപകടകരമാണ്. ഞാൻ പറഞ്ഞ നമ്മളും വൈഫൊക്കെ കുട്ടികൾക്കിടയിൽ പെരുമാറുമ്പോൾ നല്ല ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. കാരണം സൂറത്ത് നൂറിലെ ആയത്തിൽ നിങ്ങൾക്കറിയാം, ഓതി പറയാൻ സമയമല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെ കിടപ്പറയിലേക്ക് വരാനുള്ള സമയം വിരോധിക്കപ്പെട്ട 3 സമയങ്ങൾ സലാസു ഔറാത്ത് അള്ളാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ നല്ല സൂക്ഷിക്കണം. ഈ ചെറിയ പ്രായത്തിലൊക്കെ സൗകര്യങ്ങളും പരിമിതികളും നമുക്കുണ്ടാവും. നമ്മളെന്തറിയും, തൽക്കാലം നമ്മുടെ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചാലും നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മറന്ന് നമുക്ക് പെരുമാറാൻ പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പെരുമാറുമ്പോൾ തന്നെ വലിയ പ്രശ്നമാണ്. കാരണം 2 ആളുകൾ തമ്മിൽ എങ്ങനെ പെരുമാറണം എന്ന് കുട്ടികൾ നിരീക്ഷിച്ച് പഠിക്കുന്നത് വാപ്പനെയും ഉമ്മനെയാണ്. നിങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റ് ആണെങ്കിൽ ആ കുട്ടി ഒരു കാലത്തും നേരം ആ കുട്ടിക്ക് ഒരാളോട് പെരുമാറാനും അറിയില്ല. ഈ ലോകത്തെ കുറിച്ചുള്ള വിശ്വാസം തന്നെ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികളെ മുന്നിൽ വെച്ചാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം എന്നാണ്. അപ്പൊ സാഹചര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും വേണ്ട, നമ്മുടെ ഭാര്യയും കുട്ടികളും നല്ലൊരു ദീനിയായ അവസ്ഥയിൽ വീട്ടിൽ ജീവിച്ചാൽ തന്നെ കുട്ടികൾ അത് അനുകരിച്ച് മാതൃകയാക്കി നല്ലൊരു ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. പിന്നെ കുട്ടികളെ നന്നാക്കി എടുക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട രണ്ടാമത്തൊരു പരിശ്രമം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പഠനത്തിനുള്ള അവസരമാണ്. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.
നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ലൊരു അവസരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നതില്ല എന്നുള്ളത് നമ്മൾ വളരെ ദുഃഖത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നതില്ല. കാരണം ഞാൻ ആലോചിക്കുന്നു, സാധാരണ നാട്ടിൽ മദ്രസകളൊക്കെ ഉണ്ട്. ആ മദ്രസകളുടെയൊക്കെ അപര്യാപ്തത എത്ര വലുതാണെന്ന് ചോദിച്ചാൽ അത് ഞാനിവിടെ പറയുമ്പോൾ അതിനെപ്പറ്റി അവമതിപ്പ് സൃഷ്ടിക്കാനല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ പല സ്ഥലങ്ങളിലും പിന്നെ ലേഡി ടീച്ചേഴ്സും ജെൻസായിട്ട് ടീച്ചേഴ്സും ഉണ്ടാകും പല മദ്രസകളിലും. അവർ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ കുട്ടികൾ കണ്ടാൽ പോലും ആ കുട്ടിനെ മദ്രസയിൽ അയക്കുന്നത് ചിലപ്പോൾ വെറുതെ ആയിപ്പോകും. അതായത് മാതൃകാ യോഗ്യരായ ആളുകളിൽ നിന്നാണ് ആളുകൾ ദീൻ പഠിക്കേണ്ടത്. കാരണം ഞാൻ ദീനിനെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ എന്നിൽ ആ ദീൻ കാണുന്നില്ലെങ്കിൽ കുട്ടികൾ മതനിഷേധികളാകും. മനസ്സിലായി? ഒരു ഡോക്ടർ ഹജ്ജിന് വേണ്ടി ഞങ്ങളെ കൂടെ വന്ന ഡോക്ടർ പറഞ്ഞു, എന്റെ കുട്ടിന്റെ മദ്രസ ഞാൻ നിർത്തി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ല. ആ കുട്ടിന്റെ മദ്രസ നിർത്തിയത് ആ കുട്ടി എന്നോട് വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കുട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്രസയിൽ പോയിട്ടില്ലെങ്കിലും ഈ എന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു കാഴ്ച, ഒരു ദിവസത്തെ മദ്രസയിലെ കാഴ്ചയാണ് ആ കുട്ടിയെ മോശമാക്കിയത്. ഞാൻ പറഞ്ഞത് നമുക്ക് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ ബാധ്യതയുണ്ട് എല്ലാം. അതേമാതിരി തന്നെ പഠിക്കുന്ന സിലബസുകളും കാര്യങ്ങളും വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾ പഠിക്കേണ്ട അടിസ്ഥാന വിശ്വാസങ്ങളും കാര്യങ്ങളും ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കണം, യാതൊരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞ ഇപ്പൊ അടുത്ത ഭാവികൾ വിചാരിച്ചു. കാരണം എല്ലാറ്റിനും ദീനാണ് പരിഹാരം എന്ന് വരാൻ പോവാണ്. വല്ലാത്തൊരു മാറ്റാണ് ഈ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. കാരണം മുമ്പൊക്കെ ദീൻ നിറഞ്ഞാൽ വയലേക്കാൻ പോണത് എന്തിനാ വെച്ചാൽ ആൾക്കാർ ഒരു സംഭാവന പിരിക്കാനാണ് വയലിൽ പറയണം വരുന്നത്, സംഭാവന കൊടുത്തൊരു ദുആ കിട്ടാനാണ് ശ്രോതാക്കൾ വരുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് എന്തിനാ വരുന്നത്? നിങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങളെ പഠിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, വിഷയം പഠിക്കാനല്ലെങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ഇവിടെ വരൂ, ഇത്ര ആളുകൾ ഇവിടെ പങ്കെടുക്കും. എല്ലാത്തിനും പരിഹാരം ദീനാണ്. ആ പരിഹാരങ്ങളിൽ ഇത് ഏറ്റവും അധികം അനുഭവപ്പെടും നമ്മുടെ കുട്ടികൾക്കാണ്. ആ കുട്ടികളുടെ കാര്യത്തിൽ അടുത്ത ഭാവിയിൽ നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ട എന്താ വെച്ച സഹോദരങ്ങളെ, മാനസിക വ്യതിയാനങ്ങളാണ്. കാരണം കുട്ടികൾക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വലിയ ആളാന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ അടുത്ത സമയത്ത് വരുന്ന ഏറ്റവും ഫാമിലി കൗൺസിലിംഗ് കേസുകൾ നമ്മളൊന്നും ഇപ്പൊ ചെയ്യലില്ല. കാരണം അതായത് അതിന് കുറെ സങ്കീർണത, ഒന്ന് സമയത്തിന്റെ കുറെ വേണം, പിന്നെ ഈ സ്ത്രീകളോടൊക്കെ ചിലപ്പോൾ ദീർഘസമയം സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വെറുതെ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതിന് പറ്റുന്ന കേന്ദ്രങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ചിലപ്പോൾ ചില കേസിലൊക്കെ സംസാരിച്ചാൽ ഇസ്ലാമികരെ ഉപദേശം കൊടുത്താൽ ഫലമുണ്ടാകും. പക്ഷെ അതിനൊക്കെ ദീർഘമായ സമയവും നമുക്കതിന് മതപരമായ പരിമിതികളുമുണ്ട്. അവിടെ അധികം ഇപ്പോൾ കുട്ടികളെ കേസ് സംസാരിക്കാം, കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശം. ആ കുട്ടികളെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങൾ മാനസിക വൈകല്യങ്ങളാണ്. ഇതിപ്പോ ഏറ്റവും ലാസ്റ്റ് ഞാനിത് പോരുന്നതിന് മുമ്പ് സംസാരിച്ച ഒരു കേസിൽ എനിക്ക് അറിയാൻ പറ്റും. അവൻ +1 കഴിഞ്ഞ് +2 പോകാൻ പോകുന്നു. എന്താ അവന്റെ പ്രശ്നം? നിങ്ങൾ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കും. വാപ്പ എല്ലാ പ്രാർത്ഥനയും പഠിപ്പിച്ചു കൊടുത്താണ്. പ്രാർത്ഥിച്ചാൽ എന്താ വെച്ചാൽ വാപ്പ പറയും, ഞാൻ 12 മണിക്ക് ഉണർന്നാലും ഇവന്റെ പ്രാർത്ഥന തീർന്നിട്ടുണ്ടാവും. അപ്പോഴും നായത്തിനെ കുറിച്ച് തോന്നുന്നുണ്ടാവും, കുറുവാഹാണ് തോന്നുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒരു വസ്വാസ്, ചെയ്തത് ശരിയായില്ല നിങ്ങൾ തോന്നുക. പൊതു എടുക്കുമ്പോൾ ആ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് എന്നാ തുടങ്ങിയത്? അടുത്ത സമയത്ത് ഒരു 10-20 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവരെ ഒറ്റയ്ക്ക് ഇരുത്തി കുറേ സമയം കുട്ടികളെ മനസ്സിലുള്ള അവസ്ഥ കിട്ടണമെങ്കിൽ കുറേ സമയം സംസാരിക്കണം. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ ഇവൻ എന്താ പറഞ്ഞു, നിങ്ങൾ ഇവന്റെ വാപ്പ ഇടക്കിടക്ക് ഇവരോട് പറയും, എന്ത് ചെയ്യും, മോനെ വാപ്പക്കൊന്നും നീ തോണ കാലല്ല, പെട്ടെന്ന് മരിച്ചു പോകും, അപ്പൊ ഇതൊക്കെ നീയാ കൊണ്ടുനടക്കേണ്ടത്. +1 പറഞ്ഞത്. അപ്പൊ മൂപ്പരാണെങ്കിലും മുറ്റത്ത് എന്തുണ്ടെങ്കിൽ ഒരു 40 ലക്ഷത്തിന്റെ വീട് പില്ലർ കെട്ടി ഇങ്ങനെ സ്ട്രക്ചർ ആക്കിയിട്ടൊക്കെയാണ്. ഇപ്പൊ അത് ബാക്കി ഫിനിഷിംഗ് ഒക്കെ ആരാ ചെയ്യേണ്ടത്? ഇവനാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വെച്ചു, വാപ്പ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കഴിച്ചു? ഒരു 8-10 കൊല്ലമായിട്ട് വായിച്ചൊക്കെ ഒരിക്കലും ഇത് പറയാതെ. വാപ്പക്ക് അസ്വസ്ഥതയുണ്ട്, പ്രശ്നമുണ്ട്. സഹോദരങ്ങൾ ഞാൻ ചോദിക്കണം, ആ കുട്ടി ഇത്ര പിടിച്ചു നിന്നല്ലോ ഞാൻ. എന്നിട്ട് അയാളെ ഭാര്യ വന്നിട്ട് ഞാൻ ഭാര്യ മാനസികത്തിന് ഗുളിക കഴിക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ തന്നെ പറയണത്, കാരണം മൂപ്പര് ഇടക്കിടക്ക് പറയുന്നത് ചെറിയൊരു വിഷം വരുമ്പോഴേക്കും ഒരുപാട് ബേജാറാവും. അപ്പൊ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ട ആൾക്ക് യാതൊരു ധൈര്യം ഉണ്ടെങ്കിൽ എന്താ കാണിക്കാന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക ധൈര്യം, വസ്ബിർ അലാമ അസ്വാബം, അതൊരു വല്ലാത്ത ഉപദേശക സഹോദരങ്ങളെ. കുട്ടികൾക്ക് ആ ഉപദേശമാണ് കൊടുക്കേണ്ടത്. നബിസ്വലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൊടുത്ത ഉപദേശത്തിലും അതന്നെയല്ലല്ലോ. ലോകത്തുള്ളവർ മുഴുവൻ നിനക്കെതിരെ ഒരു തിന്മ വരുത്താൻ വിചാരിച്ചാലോ നിനക്ക് ബാധിക്കൂല മോനെ. അതൊക്കെ ഒരു കുട്ടിക്ക് കിട്ടുന്ന ആത്മധൈര്യത്തിലേക്കാണ്. എല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും നിനക്കത് എത്തിക്കാൻ അവർക്ക് ജീവിതം പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠനം പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ ഫലവത്താവണം. ഞാൻ ഇവിടെ പറയാം, ഇപ്പൊ നമ്മളൊക്കെ പുതിയ സെന്ററുകൾ രൂപീകരിച്ച് വരികയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇടപെട്ടില്ലേ എല്ലാവരും?
അധ്യാപകന്മാരെ കൊണ്ടുവരുന്നതിൽ, അവർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ, അതിന് കഴിവുറ്റ ആൾക്കാരെ കൊണ്ടുവരാനൊക്കെ ഇടപെടണേ. ഞാൻ പറഞ്ഞത് ഒരാളെ ശമ്പളം നമ്മൾ കൊടുത്താലും നമുക്ക് നഷ്ടം വരില്ല. ആളുകൾക്ക് വലിയ പിശുക്കാണെന്ന്. ഈ മദ്രസന്റെ കാര്യത്തിലൊക്കെ പൈസ കൊടുക്കാൻ ആളുകൾക്ക് വലിയ പിശുക്ക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഒരു ചെറിയ ഫീസ് ഞങ്ങളിപ്പോ പെരുന്തൽമണ്ണയിൽ ഞങ്ങൾ ആദ്യം പള്ളിക്ക് ബക്കറ്റ് വെച്ച് പിരിച്ചിട്ടാ കൊടുക്കുക. ഇപ്പൊ ഞങ്ങൾ പഠനം വെച്ചാൽ കുട്ടിക്ക് 40,000 റുപ്യൊക്കെ മന്ത്ലി ഫീസ് സ്കൂൾ കൊടുക്കുന്ന ആൾക്ക് ഒരു 4,000 റുപ്യ മദ്രസ തരാൻ പറ്റില്ല. പ്രശ്നം പഠിപ്പിക്കേണ്ടതാ വേണ്ടത്. ഞാൻ പറഞ്ഞത് എനിക്കാണ് ബാധ്യത എന്റെ കുട്ടിയെ പഠിപ്പിക്കുക, അല്ല പള്ളി കമ്മിറ്റിക്ക് ബാധ്യത, ഇസ്ലാം സെന്ററിന്റെ ആളുകൾക്ക് അപ്പൊ എന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ ബാധ്യത ഒരു ബാധ്യതയില്ല സഹോദരങ്ങൾ നമുക്കാണ്. അവിടെ നമ്മൾ നല്ല ഫീസാണ് വെച്ചത്. ഞാൻ ആ ഫീസ് കിട്ടിയോന്ന് വെച്ചാൽ മദ്രസകളിൽ കേരളത്തിൽ നിലവിലില്ലാത്ത ശമ്പളം ഞങ്ങൾ കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഡോക്ടർ ഏറ്റെടുത്തിരിക്കുകയാണ് മദ്രസ. അയാൾക്ക് നല്ല പിന്നെ ഡോക്ടറാണ്, നല്ല തിരക്കാണ്. പക്ഷെ അയാൾ പറഞ്ഞു മദ്രസയാണ് നേടിക്കോളാം. അയാൾ പറഞ്ഞ അയാൾക്ക് 2 കുട്ടികളിലോട്. ഇപ്പൊ ആ കുട്ടികളെ ഞങ്ങൾ എപ്പോഴും പറയും തമാശയായിട്ട്, നിങ്ങളെ കുട്ടികളെ മദ്രസ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മദ്രസന്റെ കാര്യം എന്താവുമെന്ന് ഞങ്ങൾ തമാശ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റെടുത്തിട്ടാണ് ചെയ്യാൻ സമ്മതം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ദീനിയായ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മളത് നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് പ്രൂഫ് ഇൻഷാ അല്ലാഹ് ഞാൻ സന്ദർഭത്തിൽ പറയാണ് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ പിന്നെ ആധുനികമായ നമ്മുടെ കേരളത്തിലെ മതവിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാം. എന്റെ സുഹൃത്ത് ഒരു സെമിനാറിന് പോവാണ്, വേറെ ആരോ സംഘടിപ്പിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു എനിക്കവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ മതവിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ ഭാവി വെല്ലുവിളി എന്താണ്. അപ്പൊ ഞാൻ വെല്ലുവിളി പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിളിച്ചതൊക്കെ നിങ്ങൾ അത്രയും ഉയർന്ന് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് വിളിച്ചത്. പക്ഷെ ഞാൻ എന്റെ ചെറിയ വിവരിച്ച് നിങ്ങൾക്ക് ഒരു പോയിന്റ് പറഞ്ഞുതരാം. എന്റെ സഹപ്രവർത്തനാണ് അദ്ദേഹം. അപ്പൊ എന്താ വെച്ചാൽ പറഞ്ഞു, ഇപ്പൊ എന്ന് പറഞ്ഞാല് ആളുകൾ എല്ലാവരും ചോദിക്കുന്നു, എനിക്ക് മതപരമായ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിന്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നത്തിന്റെ, എന്റെ മക്കളെ പ്രശ്നത്തിന്റെ, അല്ലെങ്കിൽ മാതാപിതാക്കളുമായുള്ള പ്രശ്നം, അല്ലെങ്കിൽ എന്റെ ബിസിനസ് സംബന്ധമായ പ്രശ്നത്തിൽ എനിക്കെതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്നും എനിക്കൊന്ന് മതപരമായി ചോദിച്ചറിയണം. 2 മണിക്കൂർ അതിന് പറ്റിയ ഒരാളാരാണ്, ഒരു നമ്പർ എഴുതി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മൗലവി ഇന്ന് ഒരു 4 നമ്പർ തികച്ച് നമുക്ക് എഴുതി കൊടുക്കാനില്ല. അതാണ് ആധുനിക മതവിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളി. കാരണം ഈ ആളുകൾ മുഴുവനും ഉപദേശം ചോദിക്കാൻ ഇസ്ലാമിലെ 6 കാര്യങ്ങളിൽ 6 അക്കുൽ മുസ്ലിം വായിച്ചുകൊണ്ടു. അതിലെന്താ ഒരു ബാധ്യത, വൈദസ്തൻ സഹക്ക, നിന്നോട് വല്ല ഉപദേശം ചോദിച്ചാൽ നീ കൊടുക്കണതാണ്. ഇതൊരു ഭയങ്കര കടമയല്ലേ? ഒരു മതപരമായി അറിയുന്നവന്റെ കടമയാണ് ഉപദേശം ചോദിച്ചാൽ കൊടുക്കല്. സഹോദരങ്ങൾ, അത് ശരിക്കും ഉൾക്കൊണ്ട് മതപരമായ എല്ലാ തലങ്ങളും മനസ്സിലാക്കി ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോ നമ്മള് മുന്നിൽ അതിനുള്ള വഴികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. അൽഹംദുലില്ലാഹ് ഏകദേശം 1 വർഷത്തോളം ആകുന്നേ ഉള്ളൂ നമ്മുടെ പുതിയ കൂട്ടായ്മയുടെ മുന്നേറ്റത്തിന്. പക്ഷെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും അവിടെ നമ്മൾ കാര്യമായി ചിന്തിച്ചെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ നിലവിലുള്ള പ്രബോധകന്മാർക്കൊപ്പം തന്നെ അടുത്ത ഭാവിയിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും എല്ലാം ലോകത്തെ എവിടെയും ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്കോളേഴ്സ്, ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ടാവണം എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മള് ജാമിയത്തുൽ ഹിന്ദ് നമ്മുടെ പുതിയ മലപ്പുറത്ത് സ്ഥാപിക്കാമെന്ന് 10 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങി, 14 ഏക്കർ നമ്മൾ വാങ്ങിയിരിക്കുന്നു. അതിന്റെ പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ അത് വാങ്ങി തുടങ്ങുമ്പോൾ ആളുകൾ പല പേര് ഞങ്ങളോട് പറഞ്ഞു. ദാറുൽ സലഫ് പറഞ്ഞു, ദാറുൽ ഹദീത്ത് പറഞ്ഞു. ഈ പേരുകൾക്ക് വേണ്ടി ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഇരുന്ന് വീഴും. അപ്പൊ അവസാനം പിന്നെ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പേരിടാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ കാരണം ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസത്തിന് പരിഹാരമാകണം എന്നാണ്. കേരളത്തിലെ അറബി കോളേജുകളിൽ എന്ത് പരിഹാരമാണോ ഉണ്ടാക്കിയത് അതേപോലെ ഒരു പരിഹാരം. സുഹൃത്തുക്കൾ, ഇപ്പോ 15 ഔട്ട്ലെറ്റുകൾ നമ്മൾ തുടങ്ങും. സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് 5 വയസ്സായ കുട്ടിയെ ചേർക്കുമായിരുന്നു. 5 കൊല്ലം അവൻ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കോളേജിൽ വരികയാണെങ്കിൽ അവന് ബാക്കി നല്ലൊരു ബേസോടുകൂടെ പഠിക്കാൻ പറ്റും. നമ്മുടെ കോളേജിൽ വന്നില്ലെങ്കിലോ ഒരു 3000 കുട്ടികൾക്ക് ഈ ഒരു വർഷം അഡ്മിഷൻ ഉണ്ടാവും. ആ കുട്ടികൾ എന്ത് ചെയ്യും, ഭാവിയിൽ ഓരോ പ്രദേശങ്ങളും നാട്ടിൽ അന്വേഷിച്ചാൽ മതി അവിടെ ഉണ്ടോ. ജാമ്യ നടത്തുന്ന സ്കൂൾ ഓഫ് ഖുർആൻ അതിന്റെ പുസ്തകങ്ങൾ നമ്മൾ പറപ്പൂരിന്റെ നേതൃത്വത്തിൽ നമ്മൾ സ്കൂൾ പുസ്തകങ്ങൾ തയ്യാറാക്കി, സിലബസ് തയ്യാറാക്കി, അധ്യാപകന്മാരെ നമ്മൾ നിശ്ചയിക്കും. ജാമ്യ നേരിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ജാമ്യന്റെ പിന്നിൽ പല ആളുകളും വിചാരിക്കും കുറച്ച് SLC കഴിഞ്ഞ കുട്ടികൾക്ക് അറബി കോളേജ് പഠിക്കണം. അല്ല, നമ്മൾ ആ ബ്രോഷർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നമ്മൾ ഉദ്ദേശിച്ചത്, ഇപ്പൊ നിങ്ങളൊരു കുട്ടി അവൻ ബിടെക് കഴിഞ്ഞു, ഒരു 15 ദിവസം അവനൊരു ഒഴിവുണ്ട്, അവൻ ഗൾഫൊക്കെ ഒരു വിസ എടുത്ത് നിൽക്കാൻ 15 ദിവസം ഉണ്ട്. അപ്പൊ നിങ്ങൾ ജാമ്യക്ക് വിളിക്കേണ്ടത് ഒരു 15 ദിവസത്തെ ഒരു കോഴ്സ് എന്റെ മോന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു സൗകര്യം വരത്തക്ക വിധത്തിൽ നമ്മുടെ ജാമ്യയെ വളർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ ഏതൊരുത്തരും ദീനിയായ ആവശ്യം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ സ്ഥാപനത്തിനും അവിടുന്ന് പുറത്തിറക്കുന്നവർക്കും പറ്റുന്ന റിസോഴ്സുകളായി അതിൽ നിന്ന് വരുന്നവർ ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കണം. പക്ഷെ ഞാനിവിടെ വിശദമായി പറയാൻ കാരണം സൗദി ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനും വിനോദ് പറപ്പൂർ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അതിന് പോകാനൊന്നും നേരം കിട്ടിയില്ല. ഇവിടെ ഫുള്ള് വന്നും അറിയാൻ പറ്റും. ഞാൻ വന്നത് ഈ വെള്ളിയാഴ്ചയാണ്.
ഫുള്ള് പരിപാടികളാണ്. ഇപ്പൊ ഇവിടുത്തെ പരിപാടികളുടെ പിന്നെ ആവശ്യകത കാണുമ്പോൾ ഈ സദസ്സ് നിങ്ങളൊന്ന് മേഖലയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്ര തന്നെ സ്ത്രീകളും മേലുണ്ടാവും. അപ്പൊ ഇവരിത്രയും ആവശ്യത്തോടു കൂടി ഈ കാര്യങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റും. നാളെ ഇപ്പൊ ക്ലാസ് ഉണ്ട്, മറ്റന്നാൾ രാത്രി ഇൻഷാ അല്ലാഹ് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോ യഥാർത്ഥം നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് വരുന്നുണ്ട്, നിങ്ങൾ ഒന്ന് സഹകരിച്ചാൽ സഹായിച്ചാൽ പിന്നെ ഏറ്റവും നന്നാവും. അതിൽ നമ്മൾ പിന്നെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പൊ നമ്മൾ 14 ഏക്കർ നമ്മൾ എടുത്തിരിക്കാൻ. ആ 14 ഏക്കർ നമ്മൾ പെൺകുട്ടികൾക്ക് ഒരു ക്യാമ്പസിലൊക്കെ ഏർപ്പെടുത്തത്. കാരണം ഇപ്പൊ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്ഥലത്തിന് വില വരും. പക്ഷെ അത് വാങ്ങിയ വ്യക്തിയിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട്. അഥവാ നമുക്കത് എത്രയായി വെച്ചാൽ അത് നമുക്ക് വാങ്ങി ബാക്കിയുള്ളത് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും 40,500 രൂപക്കാണ് എന്ത് ചെയ്യണത് കിട്ടിയില്ല. ഇപ്പൊ ഞാൻ വെറുതെ ആലോചിക്കണം, ഒരു 100-200 ആളുകൾ ഇരിക്കുന്നുണ്ടാവും. ഒരു സെന്റ് കൊടുക്കണം എന്ന് 200 ആൾ തീരുമാനിച്ചാൽ 2 ഏക്കറാണ് UAE ടാർജറ്റ്. തീർന്നു ഞാൻ പറഞ്ഞു. ഒരു ഏക്കർക്ക് 40,000 രൂപയാണ്. അത് നിങ്ങൾ ഇന്ന് തരണമെന്ന് പറയില്ല, ഈ നോമ്പോ അല്ലെങ്കിൽ 2, 3, 4 മാസത്തിനുള്ളിൽ തരാമെന്ന ഒരു വാഗ്ദത്വം ഇതിൽ എഴുതി വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും എന്നൊരു മനസ്സിൽ തീരുമാനിച്ചാൽ ഒരു പക്ഷേ പരിഹരിക്കപ്പെടും. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. നമുക്ക് ഏകദേശം 100-200 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ പുതിയ അഡ്മിഷനിൽ നമുക്ക് ധാരാളം കുട്ടികൾ വന്നിട്ടുണ്ട്. ആ കുട്ടികളിൽ നിന്ന് വളരെ കുറഞ്ഞ കുട്ടികൾക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. മലപ്പുറത്ത് പിന്നെ അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത്, എയർപോർട്ടിന് അധികം ദൂരമല്ല, അവിടെ മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ 10-12 ഏക്കറുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പുതിയ കെട്ടിടത്തിന്റെ പണി പെർമനന്റ് ആയി ആരംഭിച്ചു. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് ആയി ഉപയോഗിച്ചിരുന്ന ഒരു താൽക്കാലിക കെട്ടിടം 1 ലക്ഷം രൂപക്ക് വാടകയ്ക്ക് എടുത്താണ് നമ്മുടെ കുട്ടികളെ താമസിക്കുന്നത്. ചെറിയ ഒരാൾക്ക് കിടക്കാനുള്ള ഒരു ഹോസ്പിറ്റലാണ്, അതിന്റെ റൂമിലാണ് ഇപ്പോൾ 4-5 കുട്ടികൾ കിടക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 1 വർഷം കൊണ്ട് തന്നെ ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ കുട്ടി എഴുതിയ ഒരു പുസ്തകം എനിക്ക് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി ആ കുട്ടി എന്റെ കയ്യിൽ തന്നിരുന്നു. പക്ഷെ എയർപോർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ എനിക്കുണ്ടായി. സത്യത്തിൽ ആ കുട്ടികൾ സ്വന്തം അറബി പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി തരാനും അതേപോലെ തന്നെ പഠിക്കാനും ഒക്കെ പറ്റുന്ന നല്ല കുട്ടികൾ 1-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിക് മീഡിയത്തിലാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള അധ്യാപകമായി വെച്ച് നമ്മളത് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ലിപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ദിർഹമാണെങ്കിലും അത് നിങ്ങൾ കൊടുത്താലും അതിപ്പോ ഒരു 10 ലക്ഷം കൊടുക്കുന്ന ഒരാള് അയാളുടെ കപ്പാസിറ്റിയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 4-5 കോടിയിൽ ഒരാൾ 10 ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊരു 100 കൊടുക്കുന്നതും നമുക്ക് തുല്യ പ്രതിഫലമാണ് കിട്ടുക. പല ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. എന്റെ ഒരു വലിയൊരു മുതലാളി 10 ലക്ഷം കൊടുത്താൽ അയാൾക്കാണ് പ്രതിഫലം. അത് 1000 ദീനാറിന്, 1 ദീനാർ 1000 ദീനാറിന് അത് ജയിക്കും. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്കാണ് സംഭാവന കൊടുത്താൽ ലാഭം ഉണ്ടാവുക. നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പല സഹോദരന്റെ പുണ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാനായിട്ടു. നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടത്തോട് കൂടെ കൊടുക്കുന്നതേ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ട് കൊടുത്തിട്ട് കാര്യമില്ല, എന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട്. അപ്പൊ ഞാൻ പറയണത് എന്റെ സാമ്പത്തികം ഇപ്പൊ പള്ളിയിൽ നിന്നൊക്കെ ബക്കറ്റ് വെക്കുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളത്ത് 10 രൂപ ഉണ്ടെങ്കിൽ അത് ചില്ലറ മാറ്റി 1 രൂപ ഇട്ടോളുണ്ട്. കാരണം 1000 രൂപ പോക്കറ്റിലോ 100 രൂപ ഇടുമ്പോഴുള്ള കൂലി ആർക്ക് കിട്ടും? 10 രൂപ ഉള്ളോ 1 രൂപ ഇട്ടാൽ കിട്ടും. അത് അയാളെ 1 രൂപ ഇടാൻ മറന്നുപോയാലോ അയാളെ പ്രതിഫലത്തിന് നഷ്ടം ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ കൊടുക്കുക, പ്രയാസപ്പെട്ട് കൊടുക്കണമെന്നല്ല, നമ്മൾ സഹായിക്കണമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണം സഹോദരങ്ങൾ. അതേപോലെ നിങ്ങൾക്കറിയാം, ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെ ലോകത്തിന് പറഞ്ഞു കൊടുക്കലാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നതിനും തീവ്രവാദത്തിനും ഒക്കെ ഇതിന് പരിഹാരം എന്ന് ലോകം തിരിച്ചറിഞ്ഞൊരു സമയത്ത് സെൽഫികളായ നമ്മളെല്ലാവരും ആളുകൾക്ക് എത്തിക്കാനുള്ള തീവ്ര ദർവത്തിലാണ് നമ്മളെല്ലാവരും. അതൊരു ഗ്ലോബൽ അടിസ്ഥാനത്തിൽ നടത്താനാണ് വിസ്ഡം. നമ്മൾ അതിന്റെ പ്രഖ്യാപനമാണ് നടന്നത്. നിങ്ങൾക്കൊക്കെ വിസ്ഡത്തിൽ പങ്കെടുക്കാൻ പറ്റും. അതിന്റെ മാർഗങ്ങളും വഴികളും നിങ്ങൾ അന്വേഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഈ വിഷയം പൂർണ്ണമാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതിന് ചില വശങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത് മാത്രം. CD-കളും കാസറ്റും നിങ്ങൾക്ക് കിട്ടും. സൈറ്റിൽ ഇത് സംബന്ധമായിട്ട് നല്ല സ്പീച്ചുകളും പുസ്തകങ്ങളും ധാരാളമുണ്ട്. നിങ്ങൾ വായിക്കണം, പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് മറ്റൊരു പരിഹാരം. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടുമെന്നാണ്. ഇവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ഷാർജയിലെ എയർ ഇന്ത്യയുടെ മാനേജറായിരുന്ന ഷുക്കൂർ സാഹിബ് അല്പം മുമ്പ് മരണപ്പെട്ടതായിട്ട് അറിയിച്ചിരിക്കുന്നു. രാജുവും നമ്മുടെ എല്ലാ പള്ളിയിലെ കുത്തുബക്കും വളരെ നേരത്തെ അവിടെ എത്താറുള്ള ഒരു വ്യക്തിയാണ് ഷാർജയിൽ. നിങ്ങൾ അറിയുമായിരിക്കും ഷുക്കൂർ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാം അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറുകളെ പ്രകാശപൂരിതവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അദ്ദേഹത്തെയും അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടനാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന